നമ്മളൊക്കെ ഒത്തുകൂടിയത് പരിശുദ്ധ ഇസ്ലാമിനോടുള്ള നമ്മുടെ ഈമാനിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കേൾക്കാനോ അല്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായി സാന്നിധ്യം അറിയിക്കാനോ ഒന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഈ ഇസ്ലാമികമായ ഈമാനികമായ ഈ ആവേശം, ഇതിൻ്റെ നീയത്ത് ഒന്ന് മാത്രമാണ്, അല്ലാഹു ഫി സബീലില്ല എന്ന് പറയുന്നൊരു നീയത്ത്. അതല്ലാത്തൊരു നീയത്തിൻ്റെ ഒരു അംശം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കാലോളം താണ് പറയുന്നു, ആ നീയത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വല്പസമയം, നമ്മുടെ ആയുസിൻ്റെ കുറച്ച് സമയം അള്ളാഹുവിനെക്കുറിച്ച്, പരിശുദ്ധ ദീനിനെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, നമുക്ക് സ്വയം ബോധ്യം വന്ന ഈ വിശ്വാസത്തെ സംബന്ധിച്ച് കൂടുതൽ രൂഢമൂലമാകുന്ന തരത്തിലുള്ള ബോധ്യം ആർജിച്ചെടുക്കുവാനൊക്കെ സഹായകമായ ഒരു സംഗമമായി ഇത് മാറട്ടെ എന്നുള്ള ഒരു ദുആ മനസ്സോടെ, ഒരു പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടെ മാത്രമേ നമ്മളിവിടെ ഇരിക്കാവൂ എന്നാണ് എനിക്ക് രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത്. എന്തുകൊണ്ടൊക്കെയാണ് നമ്മുടെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ, ചെയ്തതിൽ, അനുമതി തന്നതിൽ ഒക്കെയാണ് ശരി എന്ന വിശ്വാസം, പരലോകത്തെ സംബന്ധിക്കുന്ന നമ്മുടെ പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാസ്തവമാകുന്നത്, യുക്തിബദ്ധമാവുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നതിൻ്റെ ആകെ ഒരു തീം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ മുൻനിർത്തിയിട്ടാണ് നമ്മുടെ വിശ്വാസം വികസിച്ചു വരുന്നത്. ഖുർആനിൽ പറയുന്ന കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മുടെ അഖീദയുടെ അഇമ്മത്ത്, നമ്മളൊക്കെ കർമ്മശാസ്ത്രപരമായും വിശ്വാസശാസ്ത്രപരമായും ചില ഇമാമുമാരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരും വിശ്വാസത്തെ മനസ്സിലാക്കുന്നവരുമാണ്. മഹത്തായ നമ്മുടെ ആദർശ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നത് അശ്അരിയ്യത്ത് ആണ്. സ്വാഭാവികമായി വിശ്വാസശാസ്ത്രപരമായ ചില ഉസൂലുകൾ, പൊതു തത്വങ്ങൾ പുതിയ കാലത്തെ വിഷയങ്ങളെ സമീപിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയം വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ വിഷയം ഒന്ന് ആലോചിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന്, വയനാട് ജില്ലയിൽ ഈ മഴക്കാലത്ത് ചൂരൽമലയിൽ ദൗർഭാഗ്യകരമായ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ദൗർഭാഗ്യകരമായ എന്നുള്ളതൊരു പത്രഭാഷയാണ്. വിശ്വാസശാസ്ത്രത്തിൽ ആ പദം എത്ര ശരിയാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. 400 ചില്ലാനം ആളുകൾ അതിൽ മരണപ്പെട്ടു. ഒരുപാട് ആളുകൾ ഭവനരഹിതരായി. വിവരണാതീതമായ, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനല്ലാത്ത ബാക്കി എല്ലാവർക്കും അതിൻ്റെ ദുരിതം ബോധ്യപ്പെടുമാറ് നമ്മളൊക്കെ അതിൻ്റെ ആഘാതം കണ്ടു. ആ സമയത്ത് ഇവിടെ, അല്ലെങ്കിൽ ഈ സമയത്തും അതേ ചൊല്ലി മതവിശ്വാസികളോട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട്, ഇവിടെയുള്ള മതവിമർശനം എന്ന് പറയുന്നതിൻ്റെ പ്രായോഗികമായ അർത്ഥം ഇസ്ലാം വിമർശനം എന്നുള്ളതാണ്. സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളുമൊക്കെ ചോദിച്ച ഒരു ചോദ്യം, മേപ്പാടിയിൽ അല്ലെങ്കിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു എന്നുള്ളതാണ്. സമാനമായി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഈ ചോദ്യം നിരന്തരം അവർ ചോദിക്കാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുമുണ്ട്. അതിനു മുമ്പും 2018 പ്രളയമുണ്ടായപ്പോൾ, ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ വ്യാപകമായതിനു ശേഷമുള്ള കാലത്താണല്ലോ സാധാരണക്കാർക്കിടയിലേക്ക് ഇത്തരം ചിന്തകളൊക്കെ കൂടുതൽ വ്യാപകമായി തുടങ്ങിയത്. അന്നും ഈ ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ അള്ളാഹു എവിടെ? കൊറോണ വ്യാപകമായി പള്ളികളൊക്കെ അടച്ചുപൂട്ടി, ജുമാകളൊക്കെ അല്ലെങ്കിൽ അതിനപ്പുറം ഉംറയും ഹജ്ജും പോലും കുറച്ച് സമയത്തേക്ക്, കാലത്തേക്ക് നിർത്തി വെക്കപ്പെട്ടപ്പോൾ അന്നും ഇതേ ആലോചനയും ചിന്തയും പ്രതിചിന്തയും ഒക്കെ വ്യാപകമായിരുന്നു, അള്ളാഹു എവിടെ? വർഷം എനിക്ക് ഓർമ്മയില്ല, പാലക്കാട്ടുകാരിയായ മുഅ്മിന എന്ന് പറയുന്ന ഒരു സഹോദരി ഹജ്ജിന് പോയ വർഷം, അടുത്ത കാലത്ത് തന്നെയാണത്. മക്കയിൽ ഹറമിൽ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രെയിൻ അപകടമുണ്ടായി. ക്രെയിനിൻ്റെ കയ്യിൽ നിന്ന് കമ്പി തലയിൽ വീണ് ആ സഹോദരി മരണപ്പെടുകയുണ്ടായി. ആ സമയത്തും ഇതേ ചോദ്യം വന്നു, സ്വന്തം അതിഥിയെ സംരക്ഷിക്കാൻ സാധിക്കാത്ത അള്ളാഹു എവിടെയായിരുന്നു, എവിടെ പോയതായിരുന്നു? ഞാൻ ഓരോന്ന് ഇങ്ങനെ എണ്ണി ഓർക്കുകയല്ല, നമ്മുടെ മുമ്പിലുള്ള ചർച്ചയുടെ ചില പശ്ചാത്തലങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അതേപോലെ തന്നെ കാശ്മീരിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആസിഫ എന്ന് പറയുന്ന ഒരു 6 വയസ്സുകാരിയെ ഒരു സംഘം ആളുകൾ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സമയത്തും ഈ ചോദ്യം വന്നു, അള്ളാഹു എവിടെ? ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, അള്ളാഹു എവിടെയായിരുന്നു ആ സമയത്ത്? വാസ്തവത്തിൽ അപ്പോൾ അള്ളാഹു എവിടെയായിരുന്നു?
ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്വതന്ത്ര ചിന്തകർ മുന്നോട്ട് വെക്കുന്ന അള്ളാഹ് സങ്കല്പം കുറേയൊക്കെ നമ്മളെയും എന്ന് പറഞ്ഞാൽ എന്നെ പുറത്ത് നിർത്തിയിട്ടല്ല ഈ പറയുന്നത്, നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്നുണ്ട്. അവരെ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത് രക്ഷിക്കാൻ ചുമതലയുള്ള ഒരു സൂപ്പർ ശക്തി. കഥപുസ്തകങ്ങളിലൊക്കെ പറയുന്നത് പോലെ ശത്രുവിൻ്റെ മുമ്പിൽ പെടുമ്പോൾ ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് രാജവും രാധയും പറയുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു മായാവിയെ പോലെ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഭാഷ എടുത്ത് പറഞ്ഞാൽ പ്രതിയോഗികളിൽ നിന്ന് കൂട്ടുകാരെ രക്ഷിക്കാനെത്തുന്ന നീതി നടപ്പിൽ വരുത്താൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഡിങ്കനെ പോലെയുള്ള, മൊബൈലിലൊക്കെയുള്ള ഗെയിമുകളിൽ പ്രത്യക്ഷപ്പെടുന്ന സൂപ്പർമാനെ പോലെയുള്ള, സ്പൈഡർമാനെ പോലെയുള്ള വലിയ ശക്തിയുള്ള ഒരു സൂപ്പർ ഹീറോയാണ് അള്ളാഹു എന്നുള്ള അർത്ഥത്തിലാണ് അവരൊക്കെ അള്ളാഹുവിനെ അവതരിപ്പിക്കുന്നതും എന്നിട്ട് ആ അള്ളാഹുവിനെ നിഷേധിക്കുന്നതും. അതുകൊണ്ടാണ് ഞാൻ സ്വല്പസമയത്തേക്ക് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അള്ളാഹു അപ്പോൾ എവിടെയായിരുന്നു എന്ന് അവർ നമ്മളോട് ചോദിക്കുന്ന പോലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. വാസ്തവത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഈ പറഞ്ഞതിൽ അതിൻ്റെ ഉത്തരം വന്നുപോയി. നമ്മുടെ അള്ളാഹു എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനാണ്, പ്രപഞ്ചങ്ങളുടെ രക്ഷിതാവാണ്. റബ്ബ് എന്നുള്ളതിന് സാധ്യമായ മലയാളത്തിലെ ഒരു പദമാണ് രക്ഷിതാവ്. ശിക്ഷാദാതാവ് എന്നും ആ പദത്തിന് അർത്ഥമുണ്ട്. സ്ഥിതി പാലകൻ, ക്രമസമാധാന പാലകൻ, സർവ്വദാതാവ് എന്നൊക്കെ നമുക്ക് മലയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു പദമാണ് ഈ റബ്ബ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഉദാഹരണത്തിലേക്ക് പോയാൽ, മനുഷ്യർ താമസിക്കുന്ന ഭവനങ്ങളും അവിടെ തകർന്നു. അതിനെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ നമ്മളൊക്കെ പറഞ്ഞു പ്രകൃതി ദുരന്തം. പക്ഷെ അള്ളാഹു അവിടെ ചെയ്ത കാര്യം, മനുഷ്യരല്ലാത്തവരുടെ ലോകത്ത് അവരുടെ പത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും വന്നത്? ഉറുമ്പുകളുടെ ലോകം, കൂറകളുടെ ലോകം, വണ്ടുകളുടെ ലോകം, മരങ്ങളുടെ ലോകം, ജന്തുജാലങ്ങളുടെ ലോകം, പച്ചിലകളുടെ ലോകം, ചെറുചെടികളുടെ ലോകം, എന്തൊക്കെ പ്രപഞ്ചങ്ങളുണ്ട് നമ്മുടെ ഈ കൺമുമ്പിൽ തന്നെ. ഇപ്പൊ മനുഷ്യനെ അന്ന് ഭൂമി നഷ്ടപ്പെട്ടതുപോലെ, വീട് നഷ്ടപ്പെട്ടതുപോലെ മറുപുറത്ത് കുറേ ജീവികൾക്ക് ചൂരൽമല ഉരുൾപൊട്ടൽ വഴി വീട് കിട്ടിയിട്ടുണ്ടാകും. ഇനി മലയുടെയും നാഥൻ ആര് തന്നെയാണ്? മലയുടെയും നാഥൻ അള്ളാഹു തന്നെയാണ്. മലയുടെ വയറ്റിൽ മലക്ക് കൊള്ളാൻ പറ്റാത്ത അത്രയും നീര് വന്നടിഞ്ഞപ്പോൾ മലക്ക് ശ്വാസം മുട്ടിയിട്ടുണ്ടാകില്ലേ? പർവ്വതങ്ങളെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലുള്ള ഒരു പൗരസമൂഹമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ പർവ്വതത്തിന്, മരങ്ങൾക്ക്, മൃഗങ്ങൾക്ക്, തരുവിന്, താരത്തിന്, സസ്യത്തിന്, മധുവിന്, മലരിന്, മഞ്ഞിന്, ലതക്ക്, കതിരിന്, പൂവിന്, തരുവിന്, താരത്തിന്, മൺപൊടിക്ക് എന്തൊക്കെ ലോകത്ത് സൃഷ്ടികളുണ്ടോ അതിനൊക്കെ മനസ്സുണ്ട്, ഭാഷയുണ്ട്, ജീവിതമുണ്ട്, നിയമമുണ്ട്, മതമുണ്ട്. ഈ മൈക്കിന്റെ മതം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം. ഈ പീഠത്തിന്റെ മതം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം. പുറത്തുള്ള തെങ്ങിന്റെ മതം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം. കവുങ്ങിന്റേത് ഇസ്ലാം. ഇതിനെ രൂപപ്പെടുത്തിയതിന്റെ മൂലകങ്ങൾ, സംയുക്തങ്ങൾ, ആറ്റോമിക് തലങ്ങൾ, സബാറ്റോമിക് തലങ്ങൾ, അവിടെയൊക്കെ എന്തൊക്കെ എൻറ്റിറ്റികളായി ചെറുതും വലുതുമായ അസ്തിത്വങ്ങളുണ്ടോ, കുല്ലുൻ, അവ എത്രയും അതിൻ്റെതായ നമസ്കാരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെതായ തസ്ബീഹുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം മലയുടെ വയറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലേറെ നീര് വന്നടിഞ്ഞപ്പോൾ മലക്കിനി ഒന്ന് ശ്വാസം വിടണം. ഞാൻ ഈ പറയുന്നത് ഉരുൾപൊട്ടലിന്റെ കഥയല്ല. റബ്ബ് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരു വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. സ്വാഭാവികമായി മല അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടാകും, മല പൊറുതിമുട്ടിയിട്ടുണ്ടാകും. ആ മലയും റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടാകും. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിക വിശ്വാസം. എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലേറെ നീ ആകാശത്ത് നിന്ന് നീർ വർഷിപ്പിച്ച് എനിക്കിത് വഹിക്കാൻ സാധിക്കുന്നില്ല റബ്ബേ എന്ന് മനുഷ്യൻ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ മനുഷ്യന്റെ ഭാഷയിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്നത് പോലെ മലയുടെ ഭാഷയിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി കാര്യകാരണങ്ങൾ ഒത്തുകൂടുകയാണ്. മല പൊട്ടിത്തെറിക്കുകയാണ്. മല പൊട്ടിത്തെറിച്ച് മലയുടെ വയറ്റിൽ നിന്നും, മലയുടെ ഗർഭത്തിൽ നിന്നും മലവെള്ളപ്പാച്ചിലൊഴുകി അതിൻ്റെ ഇടക്ക് നമ്മുടെ ഒരു പ്രധാന സംഘാടകൻ്റെ മോള്, ചെറിയ മോളാണ്, ഒരു നാണയം, ഒരു ഉറുപ്പിക അറിയാതെ വിഴുങ്ങിപ്പോയിട്ട് അതിൻ്റെ പ്രയാസത്തിലാണ്. അള്ളാഹു ആ ഒരു പ്രയാസം ശിഫയാവുന്ന രൂപത്തിൽ, ദൂരീകൃതമാവുന്ന രൂപത്തിൽ അള്ളാഹു സലാമത്ത് നൽകട്ടെ. അപ്പൊ ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന സമയത്ത് ഇത് താങ്ങേണ്ടി വരുന്ന മനുഷ്യർ യാ അല്ലാഹ് എന്ന് ബേജാറോടെ അലറുന്ന അതേ സമയത്ത് മലയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാകും അൽഹംദുലില്ലാ.
എനിക്കിപ്പോൾ ശ്വാസം പോടാൻ പറ്റി. എൻ്റെ പള്ള നിറച്ചും വെള്ളമായിരുന്നു. ഉരുളങ്ങ് പൊട്ടിയപ്പോൾ കിഡ്നി പോയ രോഗിക്ക് ഡയാലിസിസ് കഴിഞ്ഞതുപോലെ തണുത്ത കപ്പ തിന്നിട്ട് ഗ്യാസ് കൂടി ശ്വാസം കഴിയാതെ അണ്ണാക്ക് വരെ ഗ്യാസ് നിറഞ്ഞാക്കുന്ന ഏമ്പക്കം വിട്ടപ്പുള്ളതുപോലെ മലയുടെ ആ ശ്വാസം മുട്ടങ്ങ് തീർന്നു. അൽഹംദുലില്ലാ. അപ്പൊ മേപ്പാടി ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ അള്ളാഹു മേപ്പാടിയിലായിരുന്നു. ഉരുള് പൊട്ടിച്ചതാരാണ്? അള്ളാഹു. ഉരുള് പൊട്ടിക്കുമ്പോ, ജനങ്ങൾ ഓടുമ്പോ, വീട് തകരുമ്പോ, ജീവനുകൾ നഷ്ടമാകുമ്പോ, കുഞ്ഞുങ്ങൾ കരയുമ്പോ, സ്ത്രീകളെ വിലപിക്കുമ്പോ, ആണുങ്ങളെ നിസ്സഹാരായി കൈ മലർത്തുമ്പോ എവിടെയായിരുന്നു റബ്ബ് എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ കരയിച്ചത്, പെണ്ണുങ്ങളെ വിലപിപ്പിച്ചത്, ആണുങ്ങളെ കൈ മലർത്തിപ്പിച്ചത്, മലയെ പൊട്ടിച്ചത്, ദുരിതമുണ്ടാക്കിയത് ഒക്കെ അള്ളാഹ്. അതേ അള്ളാഹുവാണ്. അള്ളാഹു എവിടെയും പോയിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. മനുഷ്യന്റെ പത്രത്തിലെ അതേക്കുറിച്ച് വന്നിട്ടുണ്ടാകും ചിലപ്പോൾ ദുരിതപ്പെയ്ത്ത്. ഉറുമ്പിന്റെ ലോകത്ത് ഒരു പത്രം ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ, ചിലപ്പോൾ വണ്ടിന്റെയും കൂറിന്റെയും ലോകത്ത് ഒരു പത്രം ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ, മനുഷ്യന്റെ തകർന്ന വീടിന്റെ ഉള്ളിൽ കുറെ കൂറകൾക്ക് പുതിയ വീട് കിട്ടിയിട്ടുണ്ടാകും. തലേന്ന് രാത്രി ചൂരൽ. ഇതാണ് ഇസ്ലാം. തലേന്ന് രാത്രി ഗർഭിണിയായ പൂച്ച പടച്ചവനോട് ദുആ ചെയ്തിട്ടുണ്ടാകും. മഴയാണ് റബ്ബേ, എനിക്ക് പ്രസവിക്കണം. ഈ ആളുകളൊക്കെ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുകയാണ്, എനിക്ക് പാർക്കാൻ ഇടമില്ല. എനിക്ക് ഗർഭം തന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പുരുഷ തുണ, എൻ്റെ ഭർത്താവിനെ കാണാനുമില്ല, എന്നെ നീ കാക്കേണമേ. ഒരു വീട് പൊളിഞ്ഞിട്ട് ആ വീടിന്റെ ഉള്ളിൽ സ്വസ്ഥമായി പ്രസവിക്കാൻ ഒരു പൂച്ചക്ക് ഒരു പുതിയ വീട് കിട്ടി. പൂച്ച ഈ മനുഷ്യന്റെ വീട് തകരുമ്പോൾ പൂച്ച പറഞ്ഞിട്ടുണ്ടാകും അൽഹംദുലില്ലാ. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം അതാണ്. അപ്പൊ അവരുടെ ലോകത്തെ പത്രത്തിലുണ്ടാകും അനുഗ്രഹ വർഷം, നമ്മുടെ ലോകത്തെ പത്രത്തിലുണ്ട് ദുരിതപ്പെയ്ത്ത്. അള്ളാഹുവിന്റെ ലോകത്ത് ഒരു മഴ പെയ്തിട്ടേ ഉള്ളൂ. എഫക്ഷൻസ് പലവിധം. ഇതൊക്കെ ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ രാജു രാധയും കുടുങ്ങിയാൽ ഓമ്രയും കുട്ടിച്ചാത്താന്ന് വിളിക്കുമ്പോൾ രക്ഷിക്കാൻ വരുന്ന മായാവി അല്ല അല്ലാഹ്, ഡിങ്കനല്ല അല്ലാഹ്, റബ്ബാണ് അല്ലാഹ്. അവന്റെ ചെയ്തികളുടെ താൽക്കാലികമായ എഫക്ഷനുകളിൽ മനുഷ്യർക്ക് പ്രിയകരമായത് വരും, അപ്രിയകരമായത് വരും, സഹനീയമായത് വരും, അസഹനീയമായത് വരും, പലതും വരും. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വടകരയിലെ നമ്മുടെ സുപ്രഭാതത്തിന്റെ തന്നെ ചീഫ് എഡിറ്റർ ടി പി ചെറുപ്പ, അദ്ദേഹം ഇതേപോലെയുള്ള ഒരു മീറ്റിംഗിൽ ഒരു കഥ പറഞ്ഞിരുന്നു. ഉള്ള കഥയാണ്. വടകരയിലെ പഴയകാലത്തെ ഒരു പ്രാദേശിക സമുദായ നേതാവൊക്കെയാണ്, ഒരു മായൻകുട്ടി. അപ്പോൾ അദ്ദേഹം ചോറോട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളാണ്. നല്ല തമാശക്കാരനുമാണ്. അപ്പം അദ്ദേഹം തോണിയിൽ ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കുറേ തോണികളുണ്ട്, അതിൽ ആൾക്കാരുണ്ട്. കാറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള തോണി ഇങ്ങനെ ഇളകിയാടി. അപ്പോൾ സ്വാഭാവികമായി ഓരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച്, പഠിച്ചവനെ കാക്കണേ, പഠിച്ചവനെ യാ അല്ലാഹ് പിടിക്കണേ, കാത്തോളണേ, കാറ്റിനെ നിപ്പിക്കണേ, പലജാതി പ്രാർത്ഥന. അപ്പോൾ ഈ മായൻകുട്ടി തമാശക്കൊരു കാര്യം പറഞ്ഞു. എൻ്റെ ഇപ്പുറത്തെ തോണിയിൽ മായൻകുട്ടിയുണ്ട്. എല്ലാ ചങ്ങായികളെ, നിങ്ങളുടെ തോണീനെ ഇപ്പോൾ ആട്ടി അളക്കുന്നത് ഈ അള്ളയല്ലേ, കാറ്റിന് അയച്ചതും അള്ളയല്ലേ. ഓനെ ഒന്ന് സ്വസ്ഥമായി ഓൻ്റെ പണിയെടുക്കാൻ വിട്. നിങ്ങൾ വേണമെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണമെന്ന് പറ, ബദരീങ്ങളെ കാക്കണമെന്ന് പറ. എന്നാൽ മുഹിയുദ്ദീൻ ഷെയ്ഖും ബദരീങ്ങളും പോയി അള്ളാഹിനോട് ഇപ്പം പറഞ്ഞേക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ തോണി അവിടെ നിന്നേക്കും. അങ്ങനെ അതിൻ്റെ മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേയും ബദരീങ്ങളെ കാക്കണേയും പറയാനല്ല ഇപ്പോൾ ഇത് ഉദാഹരിച്ചത്. നമ്മൾ ഇനിയും ഇത് മനസ്സിലാക്കുന്നതിലൊരു വിമുഖതയുണ്ട്. അള്ളാഹു നമുക്ക് ഗുണമേ ചെയ്തു തരുമെന്ന് ദുനിയാവിൽ അല്ല. കുറേ സ്വതന്ത്ര ചിന്തകരുണ്ടാകുന്നത് ആ തെറ്റിദ്ധാരണയിലാണ്. അള്ളാഹു ചെയ്യുന്നത് ആത്യന്തികമായി നീതിയേ ആവൂ, ആത്യന്തികമായി ഗുണപരമേ ആകൂ. ഈ ആത്യന്തികത അതിന് വലിയൊരു അർത്ഥമുണ്ട്. അത് അറ്റ് ദി പേഴ്സൺ അറ്റ് ദി മോമെന്റ് ഗുണകരമല്ലെന്നും അഹിതകരമാണെന്നും നമുക്ക് തോന്നിയേ പറ്റൂ ചിലതൊക്കെ, എങ്കിലും ഇത് ദുനിയാവാകൂ. നോക്കൂ, ഇതാ അഹബ്ബാബുദൻ, ഏതെങ്കിലും ഒരു അടിമയോട് അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ ഇബ്തലാഹു ബിമർളിൻ, വലിയ രോഗം കൊടുത്തുകൊണ്ട് അവനെ അള്ളാഹു ദുനിയാവിൽ പ്രയാസപ്പെടുത്തും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വാഭാവികമായി എന്താ പറയൽ, അദ്ദേഹത്തിന് വലിയൊരു രോഗമാണ്. രോഗം വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ദുരിതം വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് അള്ളാഹുവിന് അവരോട് ഇഷ്ടമില്ല, അവർ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ്. അതൊരു സാധ്യതയായതുപോലെ ഒരു മറുസാധ്യതയാണ് ഒരാൾക്ക് ക്യാൻസർ. അതിന്റെ അർത്ഥം എന്താ? നരകത്തിൽ വെച്ച് ഇയാൾ കരിയാൻ പാടില്ല, അതുകൊണ്ട് എറണാകുളം ലേക്ഷറിൽ വെച്ച് കുറച്ച് കരിയണം. മഹ്ശറിൽ വെച്ച് ഇയാൾ തീ കണ്ട് ബേജാറാവുന്ന സ്ഥിതി ഉണ്ടാവരുത്, അതുകൊണ്ട് MVR പോയി കുറച്ച് കീമോയും റേഡിയേഷനും ചെയ്യേണ്ടി വരണം. മഹ്ശറിൽ ഇയാൾക്ക് ദാഹമുണ്ടാകരുത്, അതുകൊണ്ട് ഇയാൾക്ക് ദുനിയാവിൽ ഡയാലിസിസ് ഉണ്ടാകണം. ദിവസം 5 ഗ്ലാസ് അല്ലെങ്കിൽ 1 ലിറ്ററിലേറെ വെള്ളം അകത്തേക്ക് പോകാൻ പാടില്ല. ഇയാളെ വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് ഇടത്തും വലത്തും ദുരിതങ്ങളും പ്രയാസങ്ങളും മാത്രമാക്കണം അയാൾക്ക്. അള്ളാഹുവിന് വേറൊരു ലക്ഷ്യമാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, സ്വഹീഹായ ഹദീസാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനോട് പ്രത്യേകം ഇഷ്ടമായാൽ, ചിലപ്പോൾ സങ്കടമായിരിക്കും അതിന്റെ റിസൾട്ട്. ഇബ്തലാഹു ബിമർളിൻ, ഇവിടെ കൂടിയ ഈ 100 ആളുകളിൽ നിന്ന് ഒരാളോട് അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടം തോന്നിയാൽ പല രീതികളിലും അയാളെ പരീക്ഷിക്കും. ചിലപ്പോൾ സമ്പത്ത് കൂടുതൽ കൊടുത്തിട്ട് പരീക്ഷിക്കും, ദരിദ്രനാക്കി പരീക്ഷിക്കും, ആരോഗ്യം കൂടുതൽ നൽകി പരീക്ഷിക്കും. മറ്റൊരു സാധ്യതയാണ് മഹാരോഗം നൽകി പരീക്ഷിക്കും. രക്ഷിക്കൽ മാത്രം ദുനിയാവിൽ അള്ളാഹു ഏറ്റെടുത്ത ചുമതലയല്ല.
അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് റബ്ബുൽ ആലമീൻ. പക്ഷെ ആത്യന്തികമായി അത് പിന്നീട് റഹ്മത്തായി ഭവിക്കും. അതെങ്ങനെ? അപ്പൊ എപ്പോഴും അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സാധ്യത ബാക്കി. എന്നാലും 400 ആളെ മരിച്ചില്ലേ? നിങ്ങളിങ്ങനൊക്കെ എന്തിനാണ് ഈ ക്ഷാ പറഞ്ഞുണ്ടാക്കുന്നത്, ഇടങ്ങാറാവുന്നത്? 400 ആളെ അള്ളാഹു മല പൊട്ടിച്ച് മരിപ്പിച്ചില്ലേ? മല പൊട്ടിയില്ല എന്ന് കൂട്ടിക്കോ, ഇവർ മരിക്കും, എങ്ങനെയെങ്കിലും മരിക്കും. മഴ പെയ്ത് മരിച്ചാലും, തീ പിടിച്ച് മരിച്ചാലും, ട്രെയിൻ തട്ടി മരിച്ചാലും, ഓട്ടോറിക്ഷ തട്ടി മരിച്ചാലും, ആശുപത്രിയിൽ നിന്ന് മരിച്ചാലും, ഗൾഫിൽ നിന്ന് മരിച്ചാലും, നാട്ടിൽ നിന്ന് മരിച്ചാലും, ഒരു മനുഷ്യൻ മരിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ, ശ്വാസമുട്ട്. ബാക്കിയൊക്കെ ആ ശ്വാസമുട്ട് വരാനുണ്ടായ കാര്യകാരണങ്ങളാണ്. ശ്വാസമുട്ടല്ലാതെ മറ്റൊരു കാരണം കൊണ്ട് മരണം മനുഷ്യൻ മരിക്കുമോ? വീർപ്പ് ചെയ്യുന്നില്ല, മരണത്തിന് എത്ര കാരണമുള്ളൂ, എന്തായാലും മരിക്കും. ഇനി ഇങ്ങനെ മരണപ്പെട്ടാലോ രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടും. അപ്പൊ മേപ്പാടി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോട് അള്ളാഹു പുലർത്തിയ ഭാവനയുടെ യഥാർത്ഥ പേര് കരുണ, കാഠിന്യമല്ല, ക്രൂരതയല്ല. നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടല്ലോ, ഞാൻ വയനാട്ടുകാരനാണ്, നമ്മളൊക്കെ രക്ഷപ്പെട്ടല്ലോ, അല്ലേ പൊട്ടിയാലും തൊട്ടിൽ പാലത്തെ നിൽക്കുള്ളൂ, കുറ്റിയാടിയിൽ എത്തൂലോ, ഇതൊക്കെ അല്ലേ സമാധാനം. പക്ഷേ നിഅമത്തിന് വേണ്ടി മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. കുല്ലു മുലായിമിൻ തുംദഹു അവാഖിബുഹു, അതാണ് നിഅമത്തിന്റെ താരീഫ്. കുല്ലു മുലായിമിൻ, മനുഷ്യന്റെ പ്രകൃതത്തോട് ഇണങ്ങുന്ന ഏത് കാര്യവും തുംദഹു, സ്തുതിക്കപ്പെടും അല്ലെങ്കിൽ പ്രകീർത്തിക്കപ്പെടും, അവാഖിബുഹു, അതിന്റെ പരിണിതി ഒടു. അപ്പൊ രോഗം ഉണ്ടാവട്ടെ നമ്മൾ കരുതാൻ പാടില്ല, ഉരുൾപൊട്ടട്ടെ എന്ന് കരുതാൻ പാടില്ല, അല്ലെങ്കിൽ മാനസികമോ ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കരുതാൻ പാടില്ല. കാരണം അത് മുലായിമല്ല. മുലായിം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതത്തോട് യോജിക്കുകയും അവസാനം നന്നാവുകയും ചെയ്യുന്നതിനെ നിഅമത്ത് എന്ന് പറയുള്ളൂ. അപ്പൊ നിഅമത്തുകൾക്ക് വേണ്ടിയേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ അഖീദ. നിഅമത്തുകൾക്ക് വേണ്ടിയേ ദുആ ചെയ്യാൻ പാടുള്ളൂ, നിഅമത്തുകൾക്ക് വേണ്ടിയേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. പക്ഷേ വേറെ കുറെ കാര്യങ്ങളുണ്ട്, വയറു മുലായിമാണ്, പക്ഷേ തുംദഹു അവാഖിബുഹു, പരിണിതി നല്ലതായിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെങ്കിലും ഒരാൾക്കത് ബാധിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം അത് ഖൈറാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നിങ്ങളും കുറിച്ചല്ലേ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഞാൻ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്തേ. ഇത്രേ പറഞ്ഞത്. ഫ്രീ തിങ്കേഴ്സിനോട് സംസാരിച്ചാൽ നല്ലൊരു ശതമാനത്തിന്റെ ആവലാതി ഇവിടെയാണ്. ദ്വാരന്നിട്ടുത്തയില്ലാത്ത നല്ല നിലയ്ക്ക് ജീവിച്ചവർക്കാണല്ലോ കൂടുതൽ പ്രശ്നം. അള്ളാഹു മനുഷ്യരെ പ്രയാസപ്പെടുത്തുകയാണല്ലോ, അല്ല, അതിന്റെ പരിണിതി മറ്റൊന്നാണ്. നിങ്ങളുടെ ഈ ഒരു ഭാഗം കൂടി, നിങ്ങളുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പിന്നിയിട്ട് നിങ്ങൾ അസ്വസ്ഥത അനുഭവിച്ചാൽ ആ അസ്വസ്ഥതയ്ക്ക് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത പാപങ്ങൾ നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ കാണാനുണ്ടാവില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വേദനയും വെറുതെ ആവില്ല. അതല്ലേ ലൈഫ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത സങ്കല്പം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ വൃത്തമാണ്. ബർസഖിൽ നിന്ന് അല്ല, ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി 1-ാം ഘട്ടം, മാതാവിന്റെ ഗർഭാശയം 2-ാം ഘട്ടം, ദുനിയാവ് 3-ാം ഘട്ടം, ബർസഖ് 4-ാം ഘട്ടം, മഹ്ശർ 5-ാം ഘട്ടം, പിന്നീട് ജസാ, സ്വർഗം അല്ലെങ്കിൽ നരകം 6-ാം ഘട്ടം. ഇത് മുഴുവനും കൂടുന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത സങ്കല്പം. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ നീതിയും അനീതിയും കഷ്ടമില്ലായ്മയും കാരുണ്യവും കാഠിന്യവും ഒന്നും പറയാൻ പറ്റില്ല, മുഴുവനാകണം. ഇതിനൊന്നുകൂടി പറഞ്ഞാൽ, ഇപ്പൊ മലയാളത്തിലെ ഒരു നിങ്ങൾ ഫിക്റു സാഅത്തിൻ ഖൈറുൻ മിൻ ഖിയാമിൽ ലൈൽ, കുറച്ചു നേരം നല്ല കാര്യം ചിന്തിക്കലാണ് രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മലയാളത്തിലെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഓർമ്മയുണ്ടാകും, എന്നെ ഒരു കരയിപ്പിച്ച, എല്ലാവരെയും കരയിപ്പിക്കുന്ന ഒരു കവിത. വൈലോപ്പള്ളി ശ്രീധർ മേനോൻ, മാമ്പഴം. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പക്ഷെ അതിൽ ഈ ഒരു തീമുണ്ട്, നമ്മളീ പറഞ്ഞ ഈ സാധനമുണ്ട്. ഞാൻ പറഞ്ഞു ഇത് പ്രസംഗമല്ല, വയതല്ല, ഇത് ഇതാന്നേ. വയനാട്ടിൽ നിന്ന് ഒരു മുതലാളിൻ്റെ പുരയിൽ ഒരു പിരിവിന് നമ്മുടെ ഒരു സംഘം പോകുന്നതാണ്. അപ്പോൾ എന്നെയും കൂട്ടി. അപ്പോൾ വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒപ്പമുള്ള ആൾക്കാർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മോന് ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടിട്ടുണ്ട്. കുറച്ച് മുമ്പാട്ടോ ഈ സംഭവം, മരണപ്പെട്ടിട്ടുണ്ട്. ക്യാൻസർ പിടിച്ചിട്ടാണ് മരണപ്പെട്ടത്. അതിനുശേഷം മൂപ്പര് ആ ഒരു പഴയ അതുപോലെയൊന്നുമല്ല ഉള്ളത്. ഡൊണേഷനൊന്നും തരുന്നില്ല എന്ന് മാത്രമല്ല, വിശ്വാസത്തെ തന്നെ മൂപ്പർക്കൊരു ചാഞ്ചാട്ടാണ്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, എന്തെങ്കിലും ഒരു സമാധാനം മനസ്സിൽ കരുതിക്കോ എന്നുള്ള അർത്ഥത്തിൽ കരുതിയ പോലെ പോയി. ഇയാളിത് പച്ചയിൽ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ വലിയ പള്ളിക്കൂടി വന്നതല്ല, നേരിട്ട് കുറ്റിയാടിക്കൂടി തന്നെയാണ് വന്നത് ഈ ചോദ്യം. അപ്പോൾ ഉപരി പറഞ്ഞു, എല്ലാ അറിയപ്പെട്ട കോളേജുകൾക്കും യതീംഖാനക്കും സംഗതികൾക്കെല്ലാം ഞാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ തിരിച്ചുവിട്ടാൻ. ദ്വാരക്കാത്ത ദ്വായില്ല, കൈ പിടിക്കാത്ത തങ്ങന്മാരില്ല, പോവാത്ത ഉസ്താമാരില്ല. പക്ഷെ എൻ്റെ മോനെ പഠിച്ചോൻ തന്നില്ലല്ലോ. ഇത് ആലോചിക്കുമ്പം എനിക്കെല്ലാവരും മടുപ്പാണ്. വളരെ കറക്റ്റാണ്. ഇത് ആലോചിക്കുമ്പോൾ എനിക്കെല്ലാവരും മടുപ്പാണ്. ഇതേ മടുപ്പ് ആണ് ഈ കവിതയിൽ. അങ്കാണ് തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസം മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ട ബലമാഗന്ധം പുണ്ണികൾ വിരിയവേ. ഓർമ്മ പാട്ട്. അമ്മതൻ മണി കുട്ടൻ പുത്തിരി കത്തിച്ച പോൽ
അമലർ ചെണ്ടൊന്നൊടി ചളതിച്ചടുത്തെത്തി ചൊടിച്ചു. ഒരു സ്ഥലം പാടുന്നു പഴയ ഓർമ്മയിൽ. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നെ നീ. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതോ തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാക്കണ്ണ് കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. ഈ കവിത അറബിയിലായിരുന്നുവെങ്കിൽ അലങ്കാരത്തിന് പറയാം ഇത് ഇർഷാദുൽ യാഫിയിൽ വരേണ്ട കവിതയായിരുന്നു. അങ്ങനെ പറയല്ലോ. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമീനച്ചുടാൽ തൈമാവിൻ മരേതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പുകി. കവിത ഇങ്ങനെ പോകും, ഞാൻ നിങ്ങളെ കൂടുതൽ മുഷിപ്പിക്കുന്നില്ല. പക്ഷെ എൻ്റെ ആശയം നിങ്ങൾ നോക്ക്. വൈലോപ്പള്ളി എവിടെയാണ് തീരുന്നത്, ഖുർആൻ എവിടെയാണ് തുടങ്ങുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നത്. ഒരു വീട്ടിന്റെ മുറ്റത്ത് നമ്മുടെ ഒരു ഒളറ് മാവെന്ന് പൊട്ടിക്കാം. അതിൽ വന്നൊരു മാങ്ങ താഴെ വീണു. മാങ്ങ താഴെ വീണപ്പോൾ വീട്ടിലെ അമ്മ അത് അസഹനീയമായി അമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കുടു താഴേക്ക് ഉരുണ്ടുരുണ്ട് കൂടി വന്നു. ചുണ്ടിന്റെ കുണ്ടിൽ കണ്ണുനീരിന്റെ ഉപ്പിച്ച. എന്തേ അമ്മയെ കരയിപ്പിച്ചത്? അമ്മ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം ഓർത്തതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒളറ് മാവിൽ നിന്ന് ആ അമ്മയുടെ കുട്ടി മണിക്കുട്ടൻ, അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടെന്നോടി ചാഹ്ലാദിച്ചടുത്തെത്തി. ഉണ്ണിമാങ്ങാന്റെ ഒരു കൊളുന്ത് കുറച്ച് അമ്മാന്റെ അരികിലേക്ക് ഓടി വന്നു. ദാ അമ്മേ ദാ. ചൊടിച്ചു മാതാവപ്പോൾ. അമ്മ സ്വീകരിക്കുകയല്ല ചെയ്തത്, അമ്മ ചൊടിച്ചു. ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. ഉണ്ണിമാങ്ങ ഉണ്ടായ ഈ മാവിൽ നിന്ന് ഒരു കൊളുന്ത് പറിച്ചിട്ട് അതുമായിട്ട് നീ വന്നത്. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടവൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. ചന്തിക്കുന്നല്ല അടി കിട്ടാത്തതിന്റെ കുറവാണ് നിനക്ക് എന്ന് പറഞ്ഞ് കുട്ടിയെ അമ്മ വായിക്കിട്ട് പറഞ്ഞു. നിഷ്കളങ്കനായ കുട്ടിയാണ്, പ്രതീക്ഷിച്ചതല്ല പ്രതികരണമായി കിട്ടിയത്. പൈതലിൻ ഭാവം മാറി. കാർമേഘം അടിഞ്ഞുകൂടുകയാണ്, ചുണ്ട് വറക്കുകയാണ്, വിതുമ്പുകയാണ്. പൈതലിൻ ഭാവം മാറി വദനാംബുജം പാടിപ്പോയി മുഖം. കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി നിറഞ്ഞു തുളുമ്പി കണ്ണുകൾ. മാങ്ങ മുറ്റത്തേക്ക് ഉണ്ണിമാങ്ങയുടെ കൊളന്ത് വലിച്ചൊരേറ്. നിങ്ങളെ മാമ്പഴം പൊറുക്കുവാൻ ഞാൻ വരുന്നില്ല. മലർ മാങ്കുല മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് വീട്ടിന്റെ ഉള്ളിലേക്ക് ഉണ്ണിക്കുട്ടൻ പോയി. പിന്നെന്താ ഉണ്ടായത്? കുറച്ച് മാസം കഴിഞ്ഞു. മാങ്ങ പഴുക്കുന്നതിന് മുമ്പ് ഉണ്ണിക്കുട്ടന് പനി പിടിച്ചു. ഉണ്ണിക്കുട്ടൻ മരിച്ചുപോയി. വീട്ടിന്റെ മുറ്റത്തൊരു കുഴിയിൽ ഉണ്ണിക്കുട്ടനെ അടക്കം ചെയ്തു. മീനമാസത്തിലെ ചൂടും കുംഭമാസത്തിലെ ചൂടുമേറ്റ് ഈ മാങ്ങ പഴുത്ത് അണ്ണാറ കണ്ണന്മാർ ചിലവില കലവില ശബ്ദവുമായി മാവിന്റെ നാലറ്റങ്ങളിലേക്ക് കൊമ്പുകളിലൂടെ ഓടിപ്പാഞ്ഞ് പരതി കളിച്ചു. ഉണ്ണിമോന്റെ പ്രായമുള്ള കുട്ടികൾ ഇടവയലത്തെ തോട്ടങ്ങളിൽ നിന്ന് പറമ്പുകളിൽ നിന്ന് സമാനമായി വീണ മാമ്പഴങ്ങൾ തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് തന്റെ മുറ്റത്ത് ഈ മാമ്പഴം വീണത്. അമ്മ ഓർക്കുകയാണ്, വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ഒരു വാക്കിന് മറുവാക്ക് പറയാൻ പറ്റാത്ത ചെറിയ കുട്ടികളെ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. കുട്ടികൾ പറയുന്ന വാക്ക് വേദവാക്കാണ്. ഈ മാമ്പഴം പെറുക്കാൻ വഅലൈക്കും അസ്സലാം ഞാൻ വരുന്നില്ല എന്നാ പറഞ്ഞത്. വാക്ക് അറം പറ്റിയ പോലെ കുട്ടി മരണപ്പെട്ടു പോയി. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും. നാളെ വരാൻ പോകുന്ന കാര്യം നേരത്തെ കാണാൻ പറ്റുന്ന പോലെ ദൈവജ്ഞരല്ലോ നിങ്ങൾ. കാരണം തുങ്കമാ മീനച്ചുടാൽ, മീനത്തിന്റെ ചൂടേറ്റ് തൈമാവിൻ മരേതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ വളർമാങ്ങ പഴുത്താൽ നല്ല പൊന്നിന്റെ കളറായിരിക്കും. അതാവുന്നതിന് മുമ്പേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടുംപൊട്ട് പരലോകത്തെ പോകി. ആ അമ്മ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, അതല്ല ഈ മുതലാളി നമ്മളോട് ചോദിച്ചത്, എനിക്ക് ഈ കുട്ടിയെ എവിടെ നിന്ന് കാണാൻ പറ്റും? ലളിതമായി നമ്മൾ ആലോചിക്കൂ. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ. ഞാൻ വെറുതെ ഈ സദസ്സിനോട് ഫിറ്റാവാത്ത ഒരു കവിത അതിന്റെ ഇടയിൽ തിരികെ കയറ്റിയതല്ല. ഇത് ചോദിക്കാനാണ് ഞാൻ ഇത്രയും മെനക്കെട്ടത്. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രം ഈ മരണപ്പെട്ടു പോയ കുട്ടിയെക്കുറിച്ച് ഇനി ഈ അമ്മയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ അല്ലാതെ വേറെ ഏതാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആ സംസാരിക്കുന്നതിന്റെ യുക്തി അല്ലെങ്കിൽ അതിന്റെ യുക്തിഭദ്രത, അതിന്റെ ശാസ്ത്രീയത, അതിന്റെ പ്രായോഗികത, അതിന്റെ അനുബന്ധമായ മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചയാണ്. ഒരു തിയറി മുന്നോട്ട് വെക്കാൻ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനുണ്ടോ എന്നുള്ളതാണ്. ഗാസയിലെ കുഞ്ഞുങ്ങൾ, ഉരുൾപൊട്ടലിലെ കുഞ്ഞുങ്ങൾ, പെടുന്നതിന് മരണപ്പെട്ടു പോകുന്ന ചാപ്പിള്ളയായി പോകുന്ന കുഞ്ഞുങ്ങൾ, പ്രസവിച്ച ഉടനെ ദിവസങ്ങൾക്കകം മഞ്ഞ കൂടി മരണപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളൊക്കെ എവിടെയായിരിക്കും? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂന ബിഅക്വാബിൻ വഅബാരീക് വകഅസിൻ മിൻ മാഇൻ മഈൻ.
ഈ അമ്മയോട് പറയാൻ കഴിയും, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്കാരിയാണെങ്കിൽ, ഇനി അത് പറയുന്നില്ലെങ്കിലും ഈ തിയറി പറയാൻ കഴിയും, സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ മരണപ്പെട്ടു പോയ കുട്ടിയുണ്ടാകും, ഉമ്മാവ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ഉമ്മറപ്പടിക്കൽ അല്ലേ ഖുർആൻ പറയുന്നത്. യതൂഫു അലൈഹിം, സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളെ ചുറ്റിപ്പറ്റി കളിക്കും, വിൽദാനും മുഖല്ലദൂൻ, ഇനി മരിക്കാത്ത കുട്ടികൾ. ആ വാക്കിന്റെ പ്രയോഗം തന്നെ നോക്കൂ, വിൽദാനും മുഖല്ലദൂൻ, ഇനി മരിക്കാത്ത കുട്ടികൾ, ഒരിക്കൽ മരിച്ചുപോയ കുട്ടികളാണ്. വിൽദാൻ എന്ന് പറഞ്ഞാൽ തഗ്ലീബ്, തഫ്സീർ അതാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നേരത്തെ മരണപ്പെട്ടു പോയ കുട്ടികളുണ്ടാവും. ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങ് വന്നതല്ലേ ഉമ്മ, വാ. ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങ് വന്നതല്ലേ ഉപ്പ, വാ. ഈ ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ടത് പ്രതീക്ഷയാണ്. ഏറ്റവും ചുരുങ്ങിയത് പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സാധനമാണ് ജീവിതത്തിന് നനവ് കൊടുക്കുന്നത്. നനവില്ലാത്ത ഊഷരതയാണ്, വരണ്ട മരുഭൂമിക്ക് സമാനമായ ഊഷരതയാണ് നിരീശ്വരത്വം, സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത, മതനിരാസ ചിന്ത. നനഞ്ഞ് കുതിർന്ന ആർദ്രമായ ഊർവരതയാണ് മതവിശ്വാസം. നേരെ ഓപ്പോസിറ്റ് ആണ്. സ്വർഗത്തിലേക്ക് ഇവർ ഒരു തളികയും പിടിച്ച് വരുന്നുണ്ട്, ഒരു തളികയും പിടിച്ച് വരും. ഖുർആൻ അതൊക്കെ പറയുന്നുണ്ട്, ഒരു തളിക. എന്നിട്ട് ആ തളികയിൽ മുള്ളില്ലാത്ത പഴങ്ങൾ, പൂക്കൾ. ദുനിയാവിലും വലിയ ആളുകളെ സ്വീകരിക്കാൻ ബൊക്കയായിട്ട് പോകുന്നത് പോലെ മുള്ളില്ലാത്ത പൂക്കളും മുള്ളില്ലാത്ത പഴങ്ങളും പൂക്കളും. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദിൻ വതൽഹിം മംദൂദിൻ വദില്ലിൻ മംദൂദിൻ വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുർശിൻ മർഫൂഅത്തിൻ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറൻ ഉർബൻ തുറാബാ. നമ്മുടെ കുറ്റിയാടിയിൽ കിട്ടുന്ന, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, നമ്മുടെ മണ്ണിൽ കിട്ടുന്ന രണ്ട് സാധനമാണ് സ്വർഗത്തിൽ കിട്ടുക എന്നാണ് ഖുർആൻ നോക്കിയാൽ മനസ്സിലാവുക. ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ അവരത് തിരുത്തി തരണം. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒന്ന് ഇഞ്ചിയും മറ്റൊന്ന് നേന്ത്രക്കായുമാണ്. സ്വർഗത്തിലേക്ക് നമ്മൾ പോയാൽ അവിടെ നമ്മളെ സൽക്കരിക്കുന്ന ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇഞ്ചി ജ്യൂസാണ്. ഈ ഇഞ്ചി ജ്യൂസ് കുടിക്കാനാണ് ഇത്രയും മെനക്കെടുന്നത് ചിന്തിക്കേണ്ട. വേറൊരു സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകും. ഇനി അവിടെയുള്ള നല്ല ഇഞ്ചി ആയിരിക്കും. മിസാജുഹാ സൻജബീല എന്നാണ് പറഞ്ഞത്. ക്ഷീണം മാറാനല്ലേ ഇഞ്ചി ഉപയോഗിക്കുക. ഇഞ്ചി റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഈ നാട്ടിൽ നിന്ന് ചുക്ക് പോയപ്പോൾ റസൂലുള്ളാഹി കടിച്ചു തിന്നു, ചുറ്റിലുള്ളവർക്ക് കൊടുത്തു എന്നാണ്. രണ്ടാമത്തെ സാധനം ഈ ആയത്തോതിയപ്പോൾ ഓർത്തതാണ്, ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത പഴങ്ങൾ. അപ്പോൾ മുന്തിരി, ആപ്പിൾ, പെട്ടെന്ന് നേരിട്ട് തിന്നാൻ പറ്റുന്ന, മെനക്കടില്ലാതെ തിന്നാൻ പറ്റുന്ന പഴങ്ങൾ. മറ്റൊന്ന് സിദ്രിൻ മഖ്ലൂദിൻ വ സിദ്രിൻ വ ത്വൽഹിൻ മംലൂദ്. ത്വൽഹ് മംലൂദിന്റെ ഒരു തഫ്സീർ ബനാന എന്നാണ്, മൗസ്, നേന്ത്രക്കായി. അതൊരു സങ്കടം തന്നെയായിരിക്കും. അല്ലാഹു അതൊക്കെ തിന്നാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ല, നമ്മൾ അവിടെ പോയിട്ട് സ്വർഗത്തിലുള്ള ആൾക്കാർ ഇഞ്ചി ജ്യൂസ് കുടിക്കുന്നു, നേന്ത്രക്കായി തിന്നുന്നു. ഇത് നമ്മുടെ പറമ്പിലുള്ള സാധനമാണ്, പത്തായത്തിലിട്ട സാധനമാണ്, അടുക്കളയിൽ നിന്ന് കുരട്ടി കളിച്ച സാധനമാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഡബിൾ ടെൻഷനായിരിക്കും. ഇത് ഞാളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്ന് കിട്ടണമെങ്കിൽ അതിനുള്ള നമ്മൾ സർട്ടിഫൈഡ് ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. അള്ളാഹു അതിനെ നമ്മളെ ഭാഗപ്പെടുത്തട്ടെ. അപ്പൊ ഈ പറഞ്ഞു വന്നത് എന്താ? പറഞ്ഞു വന്നത് ദീൻ. നമ്മുടെ മേപ്പാടിയിൽ നിന്നാണ് സ്വർഗം വരെ പോയത്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ, ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, ഈ ഉമ്മമാരെയും കാത്തപട ഉണ്ടാകും. അള്ളാഹു കാരുണ്യമല്ലാതെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇത്രയാളെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറയണ്ട. അതേസമയം മലയുടെ രക്ഷാധികാരിയും അള്ളാഹു ആയതിനാൽ, മറ്റതിന്റെയും രക്ഷാധികാരി അള്ളാഹു ആയതിനാൽ അള്ളാഹുവിന് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് ഓരോന്നിനെയും അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം 17 തവണ ആവർത്തിക്കുന്നത്, റബ്ബുൽ ആലമീൻ, ഞങ്ങളെ മാത്രമല്ലല്ലോ നീ നോക്കുന്നത്, ആ മലയുടെ കാര്യവും നീ തന്നെയല്ലേ നോക്കുന്നത്, ഈ മരത്തിന്റെ കാര്യവും നീ തന്നെയല്ലേ നോക്കുന്നത്, ഈ പക്ഷിയുടെ കാര്യവും നീ തന്നെയല്ലേ നോക്കുന്നത്, ഈ ആകാശത്തിന്റെ കാര്യവും നീ തന്നെയല്ലേ നോക്കുന്നത്, നിനക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഹംദ്? അതാണ് നമ്മുടെ ദുആ തന്നെ. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഈ വിശാലമായ ഒരു ആന്തരികാർത്ഥം അല്ലെങ്കിൽ വിശാലമായ അർത്ഥങ്ങൾ അവർ മനസ്സിലാക്കിയാൽ, നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മളും സുജൂദ് ചെയ്യുമ്പോൾ ഒന്ന് കനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇസ്ലാമിന്, ഞാൻ എൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക്, ഇനി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ധീരമായ ചില നിലപാടുകൾ നോക്കും. ഇതവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വെച്ച് നമുക്ക് രണ്ടാമത്തേക്ക് പോകാം. വാസ്തവത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ, നശിപ്പിക്കാൻ ഖുർആൻ വ്യാജമാണെന്ന് പറയാൻ എത്ര അവസരങ്ങൾ ഇസ്ലാമിന്റെ നിഷേധികൾക്ക് അള്ളാഹു കൊടുത്തു. എത്രയോ അവസരം. യുദ്ധം ചെയ്യേണ്ട, പുസ്തകം എഴുതണ്ട, പ്രസംഗിക്കേണ്ട, സമരം ചെയ്യേണ്ട, ഒന്നും വേണ്ട. ഉദാഹരണം, ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന ഒരു സൂറത്തേത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബിലും മിൻ മസദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പരിചയപ്പെടുത്താൻ ആദ്യമായി സഫാ കുന്നിന്റെ മുകളിലേക്കാണ് കയറിയത്. സഫാ കുന്നിന്റെ മുകളിലേക്ക് കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, യാ സബാഹ, ഗുഡ് മോർണിംഗ്. വന്നതിന്റെ നഹാരയാണത്. പരിചിതനായ മുഹമ്മദിന്റെ ശബ്ദമാണല്ലോ അത്. എന്തോ ഇല്ലാതെ വെറുതെ ആളുകൾ ഒരുമിച്ച് കൂട്ടില്ലല്ലോ. ആ ബാലവൃദ്ധ ജനങ്ങൾ ഒന്നുകൂടി അപ്പൊ ചോദിക്കുകയാണ്, അലാ സദ്ദഖ്തുമൂനി, നിങ്ങൾ എന്നെ വിശ്വസിക്കില്ലേ? ഈ മലയുടെ പ്രാന്തത്തിൽ ബുഖാരിയുടെ ഹദീസാണ്, നിങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു, ബല, അതെന്ത് ചോദിക്കാനാണ്, ഉറപ്പല്ലേ? പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് അല്ലാഹുവാൽ നിയുക്തനായ സുവിശേഷകനും താക്കീതുകാരനുമാണ്. ഉടൻ തന്നെ ഫഖാമ അബൂ ലഹബ് എഴുന്നേറ്റ് നിന്നു. ഫഖാൽ തബ്ബൻ ലക് വതബ്ബ, നിനക്ക് നാശം, നിനക്ക് നാശം എന്ന് അബൂ ലഹബ് പറഞ്ഞു.
അബൂലഹബ് അത് പറഞ്ഞതിന് അള്ളാഹു തിരികെ നൽകിയതാണ്. റസൂലുള്ളാഹിക്ക് അത് ഭയങ്കര ടെൻഷനായി. കാര്യം എന്താ അറിയോ? ഇത് കുടുംബക്കാരനാണ്, പിതൃവ്യനാണ് നാട്ടുകാരെ മുമ്പിൽ നിന്ന് അപമാനിക്കുന്നത്. റസൂലുള്ളാഹിനെ അപമാനിക്കാൻ ശ്രമിച്ചതിൽ പ്രവാചകന്റെ ഹൃദയവേദന അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു അബൂലഹബിനെ കുറിച്ച് പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോയിരിക്കുന്നു. വതബ്ബ്, നിസ്സംശയം നശിച്ചു പോയിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകളും തൊഴിലാളികളുമുള്ള വലിയ മുതലാളിയാണ്. പക്ഷേ ഒന്നും പൈസക്ക് ഉപകരിച്ചില്ലല്ലോ അബൂലഹബിന്. സയസ്ലാ നാറൻ ദാത ലഹബ്, അബൂലഹബ് ലഹബുള്ള തീയെ ഇതാ രുചിക്കാനിരിക്കുന്നു. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, നബി നടന്നു പോകുന്ന പാതവക്കിൽ കുഴി കുത്തിയിട്ട് അതിന് മീതെ ചപ്പു ചവറിട്ട് പ്രവാചകന്റെ ഒളുക്കിപ്പിക്കാൻ, കാൽ വഴുതിക്കാൻ, പ്രയാസപ്പെടുത്താൻ ശ്രമിച്ച അബൂലഹബിന്റെ പത്നിക്കുമുള്ളത് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, കഷ്ടം തന്നെയാണ്. ചുരുക്കത്തിൽ ഇത്ര ആയ സ്ഥിതിക്ക് പറയട്ടെ, വിശുദ്ധ ഖുർആനിൽ അബൂലഹബിനെ പറ്റിയൊന്നും മോശം പരാമർശമില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ ഇങ്ങനെ വെളുപ്പിച്ച് പൊട്ടിയടിക്കേണ്ട ചുമതലയൊന്നും ആർക്കുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരോടുമുള്ള വൈരനിര്യാതന ഭാഷയല്ല ഈ ഒരു സംഗമത്തിന്റെ ഉദ്ദേശവും അതല്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ തുനിഞ്ഞാൽ ഖുർആനിൽ ആക്ഷേപമില്ല, ശാസനയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് സാമൂഹിക ജീവിതത്തിന്റെ പൊതു സ്വഭാവത്തിനെതിരാണ്. സാമൂഹിക ജീവിതം, മനുഷ്യരോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. മനുഷ്യരാകുമ്പോൾ സ്വാഭാവികമായി ഇണക്കമുണ്ടാകും, പിണക്കമുണ്ടാകും, യുദ്ധമുണ്ടാകും, മാലിംഗനമുണ്ടാകും, സ്നേഹമുണ്ടാകും, വൈരമുണ്ടാകും, പ്രതിഷേധമുണ്ടാകും, താക്കീതുണ്ടാകും. ഖുർആന്റെ ഒരു സ്വഭാവം തന്നെ, പ്രവാചകന്റെ സ്വഭാവം തന്നെ, സംസാരത്തിന്റെ രീതി തന്നെ ജവാമിഉൽ കലിമാണ്. അപ്പൊ സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാസിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ആ വചനം ഇറങ്ങുന്നത് തന്നെ. പ്രവാചകനോട് അബൂലഹബ് അങ്ങോട്ട് പറഞ്ഞിരുന്നു, തബ്ബല്ലക വതബ്ബ, പ്രവാചകൻ എന്ന് പറഞ്ഞു വരുന്ന നിനക്ക് നാശം നാശം എന്ന്. അതിന് മറുപടിയായി പിന്നെ അള്ളാഹു പറയുമ്പോൾ അബൂലഹബ് നിനക്ക് നമോഭാഗം എന്നാണോ പിന്നെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബിന്റെ അർത്ഥം? അല്ലല്ലോ. അപ്പൊ ഖുർആനിൽ ശാസനയുണ്ട്, ഖുർആനിൽ ശക്തമായ താക്കീതുണ്ട്. അപ്പോഴത്തെ ഖുർആൻ ആകൂ. ചിലർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല ഞാൻ എന്താണ് ഈ പറയുന്നത്. നമ്മൾ വ്യക്തികളുടെ പേരും പ്രസ്ഥാനത്തിന്റെ പേരും പറയേണ്ട, പക്ഷേ അങ്ങനെ ആർഗ്യുമെന്റ് ഏറെയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ വേറെ പല ഏരിയകളിലും പൂരിപ്പിക്കാൻ കിട്ടാത്ത ഗ്യാപ്പുകൾ വരും. ഇപ്പോ പഴയ നിയമം അല്ലെങ്കിൽ സങ്കീർത്തന പുസ്തകം, അതിൽ തസ്ബീഹാത്തുകളാണ്, അള്ളാഹുവിന്റെ സങ്കീർത്തനങ്ങളാണ്. സബൂർ, പഴയ നിയമം, നിയമപുസ്തകം, അതിൽ നിയമങ്ങൾ മാത്രമാണ്. പിന്നീട് സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വേറെ ഭാഗങ്ങൾ വന്നു. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളുമാണ്, നിയമങ്ങളുമാണ്, സുവിശേഷങ്ങളുമാണ്, താക്കീതുകളുമാണ്, എല്ലാമാണ്. അതാണ് ഫുർഖാനുൽ അദീമിന്റെ പ്രത്യേകത. അതിനു മുമ്പുള്ള വേദങ്ങളുടെ സാകല്യമാണ്. ഇവിടെ നോക്കുക, നമ്മുടെ വിഷയം എന്താണ്? വിഷയം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഇതൊക്കെ ആര് ലൈവായിട്ട് കാണുന്നുണ്ട്? അബൂലഹബും പത്നിയും ഇതൊക്കെ ലൈവായിട്ട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അബൂലഹബിനും പത്നിക്കും അന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പോരായിരുന്നോ? നമ്മളെപ്പറ്റി ഖുർആനിൽ വന്നിരിക്കുന്നത് ഞാനും നന്നാകാൻ പോകുന്നില്ല, നീയും നന്നാകാൻ പോകുന്നില്ല എന്നാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും രാത്രിയായി, നമുക്ക് രാവിലെ മുഹമ്മദിന്റെ അരികെ പോകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ വന്നു വന്നിരിക്കട്ടെ, എന്നിട്ട് പറഞ്ഞു വന്നിരിക്കട്ടെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഈ ഖുർആനിന്റെ സൂറത്തുൽ മസദ് പ്രവാചകൻ എവിടെ ഒളിപ്പിക്കേണ്ടി വരുമായിരുന്നു? എന്തിനാണ് പിന്നെ ബദർ? ഇതിനാണ് ഉഹദ്, ഇതിനാണ് ഖന്തഖ്, ഇതിനാണ് ഉപരോധം. ഇസ്ലാമിനെ തകർക്കാൻ, ഖുർആനെ നശിപ്പിക്കാൻ, വഹീന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ അബൂലഹബിന്റെയും പത്നിയുടെയും കുശാഗ്ര ബുദ്ധിയുള്ള അബൂലഹബ്. ഖുറൈശികളൊക്കെ കുശാഗ്ര ബുദ്ധിയുള്ള ആളുകളാണ്. അവർക്ക് യോഗം ചേരാൻ ഓഫീസുണ്ട്, ദാറുൻ നദ്വ, ഉപദേശിക്കാൻ പിശാചുണ്ട്, ലോക വൻകിട ശക്തികളുമായി നയതന്ത്ര ബന്ധമുണ്ട്. ആ ആളുകളുടെ മുമ്പിലാണ് പറയുന്നത്, അബൂലഹബേ നശിച്ചിരിക്കുന്നു നിന്റെ കാര്യം, നീ വിശ്വസിക്കാൻ പോകുന്നില്ല, നിന്റെ പത്നിയും വിശ്വസിക്കാൻ പോകുന്നില്ല. അബൂലഹബിനും ഭാര്യക്കും ആ ഐഡിയ തോന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഉപദേഷ്ടാവും വന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അബൂലഹബും പത്നി ഇങ്ങനെ ചിന്തിച്ചെന്ന് കൂട്ടിക്കോ, ഞാനും നീയും നന്നാവില്ല എന്നാണ് മുഹമ്മദിന്റെ ഖുർആനിൽ അസന്നിഗ്ധമായി പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നങ്ങ് നന്നാവാം. കുറെ കാലമില്ല ഇങ്ങനെ, നമുക്ക് നന്നാവാം. എന്നിട്ട് നാളെ രാവിലെ അവിടെ പോയിട്ട് പറയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ ശ്വാസം നലിച്ചു പോകും. എന്താണിത്? ഇന്നലല്ലേ അള്ളാഹു എന്നോട് പറയുന്നത് ഈ അബൂലഹബ് നന്നാകൂലെന്ന്, അവന്റെ പത്നിയും നന്നാകൂലെന്ന്? പക്ഷേ അബൂലഹബ് വിശ്വാസിയായിരിക്കുന്നു, ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്തു, പത്നിയെ മെമ്പർഷിപ്പ് എടുത്തു. സഹാബികൾ ചോദിക്കില്ലേ? ഉണ്ടായില്ല. ഒരുപാട് വചനങ്ങൾ ഇസ്ലാമിനെയും ഖുർആനെയും തകർക്കാൻ, ലൈവായി തകർക്കാനുള്ള അവസരങ്ങൾ, പക്ഷേ ആ ബുദ്ധി അവർ കുതിച്ചില്ല എന്നർത്ഥം. ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇത് പറഞ്ഞിട്ട് അറിയേണ്ടവരല്ല, നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഖിബില, ആദ്യം ഇസ്ലാമിന്റെ ഖിബില ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അവിടെ കുറെ കാലം നിസ്കരിച്ചു, അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട്. അപ്പോൾ മുഹാജിറുകൾക്ക് വലിയ സങ്കടം, മക്കയിൽ നിന്ന് പോയവർക്ക്. അവർ ഏത് അറബിയും കഠിന പ്രാദേശികവാദികളായിരിക്കും. അപ്പോൾ നമുക്ക് മക്കയിൽ ഒരു കഅബ വെച്ചിട്ട് പിന്നെ ഇസ്രായേലിലുള്ള അതിലേക്ക് തിരിയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് മുഹാജിറുകൾ വെളിവാക്കി പറഞ്ഞ പരിഭവം, പ്രവാചകൻ മനസ്സിൽ ഒളിപ്പിച്ച പരിഭവം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ആളുമായതുകൊണ്ട് അത് സമൂഹത്തോട് പറഞ്ഞില്ല. പക്ഷേ പ്രവാചകന് താല്പര്യം ഉണ്ടായിരുന്നു മക്കയിലേക്ക് തന്നെ തിരിയാൻ. അള്ളാഹു അറിയിപ്പ് കൊടുത്തു, ഖിബില ഉടൻ മക്കയിലേക്ക് മാറ്റുന്നതായിരിക്കും, കഅബയിലേക്ക് മാറ്റുന്നതായിരിക്കും. പക്ഷേ കഅബയിലേക്ക് മാറ്റണം എന്ന് പറയുന്ന തീരുമാനം അല്ലെങ്കിൽ നിയമം അറിയിപ്പുണ്ടായതിനു ശേഷമാണ് ഉണ്ടായത്. റസൂൽ ആകാശത്തേക്ക് നോക്കുന്നതാണ്, ജിബ്രീൽ വരുന്നുണ്ടോ ഖിബില മാറ്റുന്ന ആയത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കേണ്ട നബി ആകാശത്തേക്ക് നോക്കുന്നതാണ്. തഖല്ലുബ വജ്ഹിക് എന്ന് ഖുർആൻ പറഞ്ഞ ആ വജ്ഹ് അങ്ങോട്ടും ഇങ്ങോട്ടും.
മക്കയിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് മക്കയിലേക്ക് തിരിയുന്നതും അതേപോലെ ജിബ്രീലിനെ കാത്ത് ആകാശത്തേക്ക് തിരിയുന്നതും. പക്ഷെ ഈ വചനത്തെ സംബന്ധിച്ച്, ഈ കിബില മാറ്റത്തെ സംബന്ധിച്ചുള്ള മാറ്റും എന്നുള്ള ആയത്ത് മക്കയിൽ വളരെ വ്യാപകമായി ജനങ്ങൾ ചർച്ച ചെയ്തു. ഷോട്ടാക്കി പറയാണ്, സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. സയഖൂലു സുഫഹാഉ മിനന്നാസ്, മക്കയിൽ നിന്നുള്ള വിഡ്ഢികളായ ആളുകൾ പറഞ്ഞു പരത്തും, മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ, ഇത്രകാലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും തിരിഞ്ഞിരുന്ന മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അവരെ കഅബയിലേക്ക് കിബില മാറ്റത്തിന് പ്രേരിപ്പിച്ച സംഗതി എന്തോന്നാണ് എന്നിവർ മക്കയിൽ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഖുറൈശികൾ പറയും, മദീനയിലുള്ള യഹൂദികളെ പ്രീണിപ്പിക്കാൻ, രാഷ്ട്രീയ ഭാഷയിലേക്ക് മാറ്റിയാൽ യഹൂദികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി കുറെ കാലം അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഇനി ഇതാ മക്കക്കാരെ, മുശ്രിക്കീങ്ങളെ നമ്മളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ടേക്ക് തിരിയുന്നുണ്ട്. നിങ്ങൾ ആരും ഈ പ്രീണന തന്ത്രത്തിൽ വീഴാൻ പാടില്ല എന്ന് മക്കയിലുള്ള ഇസ്ലാമിക വിരോധികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമെന്ന് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഖുർആന്റെ പ്രവചനം സയഖൂലു എന്നാണ്. സീന് സൗഫ മുലാഹിഫിന്റെ മുമ്പിൽ വന്നാൽ അതിന്റെ നിയമതാണ്. പിറകെ സയഖൂലു സുഫഹാഉ, മക്കയിലെ അസ്സുഫഹാഉ പറയും, പ്രചരിപ്പിക്കും, മാ എന്താണ് വല്ലാഹും ഈ മുസ്ലിമീങ്ങളെ തിരിച്ചത്, അൻ ഖിബ്ലതിഹിം നിലവിലുള്ള ഖിബ്ലയും വിട്ട്, അല്ലതി കാനൂ അലൈഹ ഇത്രകാലം തിരിഞ്ഞു നിന്നിരുന്ന എന്താണ് അതിന്റെ ചേതോവികാരം എന്ന ഒരു ക്യാമ്പയിൻ അവർ നടത്തും. നബി അവരോട് പറഞ്ഞേക്കുക, ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ആ ഭാഗങ്ങളൊക്കെയും ദിഗന്ധങ്ങളും അല്ലാഹുവിൻ്റെതാണെന്ന് പറഞ്ഞേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്തു. ഈ ആയത്ത് മക്കയിൽ മുഴുവനും സ്പ്രെഡായി. ഈ പറയുന്ന അംർ ബിൻ ഹിഷാം, അബൂ ജഹലുണ്ട്, അബൂ സുഫിയാനുണ്ട്, ഉത്ബ ഉണ്ട്, ഷൈബ ഉണ്ട്, വലീദ് ബിൻ മുഗൈറയുണ്ട്, എല്ലാ അന്നത്തെ ആഢ്യരും ധനാഢ്യരും പ്രമാണികളും പ്രവൃത്തികളും പ്രധാനികളും ഒക്കെ ഉണ്ട്, ഓഫീസും ഉണ്ട്. അവർക്ക് ഒരാൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയെന്ന് ഓടിക്കാം. നാളെ മറ്റന്നാളോ ഇവരെ കിബില മാറ്റാൻ പോവാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. കിബില മാറ്റിയാൽ നമ്മളൊക്കെ അതേറ്റ് പിടിച്ചുകൊണ്ട് ഇവിടെ വലിയൊരു തെരുവ് പ്രഭാഷണവും പിന്നെ സോഷ്യൽ മീഡിയ ചർച്ചയൊക്കെ അവരെ കാലത്തെ ആ രീതിയിൽ ഈ വിഷയമായിരിക്കും നമ്മൾ കൊണ്ടുപിടിക്കുക എന്നാണ് അവർ ഖുർആനിലൂടെ പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, മുഹമ്മദും കൂട്ടരും കിബില മാറ്റിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരായി, അവരെ പാടായി, നമ്മൾ കാമാമുണ്ടണ്ട ഒപ്പ്. എന്താകുമായിരുന്നു ഈ ആയത്തിന്റെ അവസ്ഥ? എന്താകുമായിരുന്നു? റസൂലുള്ളാഹിയും കൂട്ടരും മക്കത്തേക്ക് തിരിഞ്ഞു. മക്കക്കാർക്ക് ഈ വാർത്ത കിട്ടി. മക്കക്കാർ വാർത്ത കിട്ടിയപ്പോൾ നേരത്തെ വന്ന അബൂ ജഹലിന്റെ അല്ലെ അംർ ബിൻ ഹിഷാമിന്റെ ഓർഡർ ഉണ്ട്, നമ്മൾ ആ വിഷയം തുടരരുത്, നിശബ്ദത പാലിക്കുക, വിവാദം ഉണ്ടാക്കണ്ട, അവർ മസ്ജിദുൽ അഖ്സയിലേക്കോ മക്കയിലേക്കോ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ തിരിഞ്ഞോട്ടെ എന്നൊരു തീരുമാനം ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ മക്കക്കാർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ സഹാബികൾ എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കൂലേ, കാര്യം നിങ്ങൾ നടക്കുമ്പോൾ ആകാശത്ത് കൂടി മേഘമൊക്കെ വരുന്നുണ്ട്, ഓതോവിന് വെള്ളം ഇല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇടയിൽ കൂടി വെള്ളവും കിട്ടുന്നുണ്ട്, കിണറ്റിലെ വെള്ളം പറ്റിയാൽ അങ്ങയുടെ ഉമിനീരാക്കിയാൽ ഉറവ പൊടിയുന്നുണ്ട്, അതൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷേ അതാ ഈ ആയത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മക്കക്കാർ ഇത് വാർത്തയാക്കുന്നല്ലേ, ഇന്നലെ ജിബ്രീൽ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു നിങ്ങൾ പറയുന്നത്? ആരും മിണ്ടുന്നില്ലല്ലോ, ഇവിടെ അനക്കയില്ലല്ലോ, ഒരു ഇല അനങ്ങിയ ബാറില്ലല്ലോ. റസൂലുള്ളാഹി ഉത്തരമിട്ടൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ എതിരാളികളുടെ മനസ്സ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അള്ളാന്റെ തമാശ. ഒന്നിങ്ങനെ ചിന്തിച്ചാൽ ഇത് മറിച്ചിടാം. പക്ഷേ അള്ളാഹു കുഴിച്ച കുഴിയിൽ അവർ വീണു എന്ന് പറഞ്ഞതുപോലെ അവർ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ കിബില മാറ്റിയപ്പോൾ മക്കയിലെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതന്നെ ചർച്ച, ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല ഇതന്നെ ചർച്ച, ഏത് ചാനലിൽ മാറ്റിയാലും അതന്നെ ചർച്ച. അത് ശരിയാണോ, ഇത് ശരിയാണോ, ഈ താല്പര്യമല്ലേ, ആ താല്പര്യമല്ലേ, ഇത് തന്നെ. സഹാബികൾക്ക് ബോധ്യമായി, സഹാബികൾക്ക് ഉറപ്പായി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പറയുന്നതല്ല. എത്രയെത്ര ഘട്ടങ്ങൾ ചരിത്രത്തിൽ, എത്രയെത്ര ഘട്ടങ്ങൾ. ആ സീരീസിൽ തന്നെ ഒരു 10, 12, 13 നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ മനസ്സിനെ വെച്ചിട്ട് അള്ളാഹു കളിച്ച തമാശകൾ. ഒരു രണ്ടാകുമ്പോൾ ഒരു ഇരട്ട സംഖ്യയായി, ഒരു ഒറ്റ സംഖ്യ തീർത്തിട്ട് നമുക്ക് മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോകാം. റസൂലുള്ളാഹിനെ എല്ലാ ആക്ഷേപവും നടത്തിയ ആളാണ് വലീദ് ബിൻ മുഗീറ. വലീദ് ബിൻ മുഗീറന്റെ പ്രത്യേകത, വലീദ് ബിൻ മുഗീറ ഭയങ്കര വോയിസ് ഉള്ള ആളാണ്. മക്കയിലുള്ള ഒരു സഭക്ക് വെക്കാൻ പറ്റിയ ആളാണ്. വലീദ് ബിൻ മുഗീറ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ അത് പത്രത്തിൽ ലീഡ് ലൈനായിട്ട് വരും. അതാണ് അന്നത്തെ അറബിയ. ആ വലീദ് ബിൻ മുഗീറ ഒരൊറ്റ പ്രഖ്യാപനം, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ പ്രസ്താവനകൾ മുഴുവനും ആഭിചാര വൃത്താന്തങ്ങളാണ്. ജനങ്ങളെ മയക്കുന്ന ബ്ലാക്ക് മാജീഷ്യനാണ് പ്രവാചകൻ എന്ന് വലീദ് ബിൻ മുഗീറ. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ സംസാരമല്ലാതെ മറ്റൊന്നുമല്ല, അത് വിശ്വസിച്ചേക്കരുത്. വലീദ് ബിൻ മുഗീറ അത് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ പ്രഖ്യാപനം, സനുസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ. ഇങ്ങനെ വലീദ് ബിൻ മുഗീറ പറഞ്ഞെങ്കിൽ അബൂലഹബിനെ അള്ളാഹു ശാസിച്ചില്ല എന്ന് പറയുന്ന ആളുകൾ ഈ വലീദ് ബിൻ മുഗീറയുടെ ആയത്തെ ഇവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കുക. നമ്മളെന്തിനാണ് ഇസ്ലാമിനെ ഇങ്ങനെ ആർക്കോ വേണ്ടി ഒളിപ്പിക്കുന്നത്? ജെന്യുനായി സുതാര്യമായി പറ, ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം. കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യർ. മുഅ്തസിലികളെ കുറിച്ച് പറയാറുണ്ട്, ഇസ്ലാമിനെ രക്ഷിക്കാനാണ് ഇസ്ലാമിനെ ഇല്ലാതാക്കിയത്. കാരണം അന്ന് ഒറ്റ മിനിറ്റ്, ഒരു കൂട്ടം ക്രൈസ്തവ പണ്ഡിതന്മാർ, അവർ ഇസ്ലാമിന്റെ മധ്യകാലഘട്ടമാണ്, മുഅ്തസിലി ആധിപത്യമുള്ള കാലമാണ്. മുഅ്തസിലി പണ്ഡിതന്മാർ കാര്യം തീരുമാനിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ക്രൈസ്തവ പണ്ഡിതന്മാർ ഇവരെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു,
അള്ളാഹുവിൻ്റെ കലാം ഖദീമല്ലേ? ഖദീമാണ്. അങ്ങനെയാണെങ്കിൽ കലാം എന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ്, അതിന്റെ ഭാഗമാണ് കലിമത്ത്, വാചകം, വാക്ക്. കലിമത്തും ഖദീമാവണ്ടേ? ഖദീമാവണം. ഖദീം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയല്ലാത്തത്, അനാദി എന്നർത്ഥം. കലിമത്തും ഖദീമാണ്. അങ്ങനെയാണെങ്കിൽ ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആനിൽ കലിമത്ത് എന്നില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ കലാം ഖദീമാവണമെങ്കിൽ കലിമത്തും ഖദീമാവും. അപ്പൊ സ്വാഭാവികമായി അള്ളാന്റെ കലിമത്തായി ഈസാ അലൈഹി സ്വലാമും ഖദീമാവണ്ടേ, ദൈവമാവണ്ടേ എന്നാണ് ചോദ്യം. മുഅ്തസിലികൾ അതിനൊരു തീരുമാനമെടുത്തു. ഇതിനൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടല്ല, ഇങ്ങനെയുള്ള പശ്ചാത്തലം വന്നപ്പോൾ അവർ വേറെ ന്യായങ്ങൾ നികത്തിയിട്ട് പറഞ്ഞു നമുക്കൊരു തീരുമാനത്തിലെത്താം. അതിന് അള്ളാന്റെ കലാമ ഖദീമാണെന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. അള്ളാന്റെ കലാമ ഖദീം അല്ലാതാക്കാൻ എന്താ നിവൃത്തി ആലോചിക്കാം. അങ്ങനെ അവര് അള്ളാന്റെ കലാം ഖദീമല്ല എന്ന് പറയുന്നതിലേക്ക് വന്നു. ഇസ്ലാമിനെ രക്ഷിക്കാനാണ് അവരാ പണിയെടുത്തത്. അള്ളാനെ കോൺട്രാ സീനുകളിൽ നിന്ന്, യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ, ക്രൈസ്തവ ദുരാരോപണങ്ങളുടെ മുനമ്പിൽ നിന്ന് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവര് ഇസ്ലാമിക രഹിതമായൊരു കാര്യം പറയേണ്ടി വന്നു. എന്ന് പറഞ്ഞ പോലെയാണ് ഖുർആനിലുള്ള ശാസനയൊക്കെ കല്ലലൊക്കെ തലോടലാണെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എല്ലായിടത്തും തലോടൽ ഫിറ്റാവില്ല. അബൂലഹബിനെ ഈ വലീദ് ബിൻ മുഗീറയെ കുറിച്ച് പറഞ്ഞു, സക്കർ എന്ന് പറയുന്ന നരകം ഞാൻ ആ ചങ്ങാതിയെ അനുഭവിപ്പിക്കും എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇതിന്റെ അതിശയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലീദിനൊരു മൂത്ത മകനുണ്ട്, വലീദ് ബിൻ വലീദ്. ചിലപ്പോൾ ഉപ്പ മോനിക്ക് മുപ്പാന്റെ പേരനിടും. വലീദ് ബിൻ വലീദാണ് വലീദിന്റെ മൂത്ത പുത്രൻ. ഇസ്ലാമിലേക്ക് വന്നു. ഇന്ന് വലീദ് ബിൻ വലീദ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണം. ഇളയ മകൻ സൈഫുള്ള, അള്ളാന്റെ ഘടകമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് റളിയല്ലാഹു അൻഹു ആരാ? ഉപ്പയാരാ മോനാരാ? യർമൂക്ക് യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ജയിച്ചൊരു കഥയുണ്ടല്ലോ. രോമാഞ്ചം, രോമം ആണി പോലെ നിന്ന് അല്ലാഹു അക്ബർ പറയുന്ന സംഭവമാണ്. തോറ്റു നായപ്പോഴാണ് സൈനിക സാരഥ്യം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സേനാ നായകത്വത്തിലേക്ക് വരുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഇത്രേ പറഞ്ഞുള്ളൂ, ഒറ്റ സ്റ്റെപ്പ്. ഇതേവരെ മുമ്പിലുള്ളവരെല്ലാം ബേക്കോട്ടേക്ക് വാ, ബേക്കിലുള്ളവരെല്ലാം മുമ്പിലോട്ട് ചെല്ലി. ഉള്ള കുതിര വെച്ച് മരുഭൂമിയിൽ കുളം പഠിച്ചിട്ട് രംഗം പ്രക്ഷുബ്ധമാക്കി പൊടിവാറ്റ് കമാൻഡി. എന്തൊരു ബുദ്ധിപരമായ തന്ത്രമാണ്. മുമ്പിലുള്ളവരൊക്കെ ബേക്കിലേക്ക് പോട്, ബേക്കിലുള്ളവരൊക്കെ മുമ്പിലേക്ക് വാ. ഉള്ള കുതിരയെ വെച്ചുകൊണ്ട് കുളം പഠിച്ച് മരുഭൂമിയിൽ യുദ്ധമുഖത്ത് പൊടിവാറ്റി പ്രക്ഷുബ്ധതയുണ്ടാക്കി. അപ്പോ എതിരാളികൾ കാണുകയാണ്, മുഴുവനും പൊടിപടലങ്ങൾ പാറി മണലുകൾ നിറഞ്ഞ് ഏതോ ഭീതിതമായൊരു സാഹചര്യം. ഇനി ആ പൊടിപടലങ്ങൾ അടങ്ങി ശാന്തമാകുമ്പോ അതേവരെ കാണാത്ത പുതിയ കുറെ മുഖങ്ങൾ മുമ്പിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. എതിരാളികൾ പറഞ്ഞു, മദീനയിൽ നിന്ന് മുഹമ്മദ് പുതിയ പട്ടാളത്തെ അയച്ചിട്ടുണ്ട്, ഖാലിദിന്റെ കീഴിൽ പോയിക്കോളൂ, ഇനി നിൽക്കണ്ട. അങ്ങനെയാണ് ആ യുദ്ധം ഈ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ജയിക്കുന്നത്. അത് ഈ വലീദ് ബിൻ മുഗീറയുടെ മകനാണ്. ആ വലീദ് ബിൻ മുഗീറയുടെ പുത്രനാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ തിരുശേഷിപ്പിൽ നിന്ന് ഒരു ഭാഗം മുടിയാണെന്ന അഭിപ്രായം. അത് അദ്ദേഹത്തിന്റെ പടത്തൊപ്പിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് പോരാടിയ മനുഷ്യൻ. ഞാൻ ഈ പറഞ്ഞതിനറിയോ, ബാപ്പയെ കുറിച്ച് ഈ ആയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബാപ്പാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മൂത്ത മോൻ പറഞ്ഞിട്ടുണ്ടാവും, വലീദ് ബിൻ മുഗീറ കേട്ടിട്ടുണ്ടാകും. വലീദ് ബിൻ മുഗീറക്ക് ഒരു നിമിഷം തോന്നി എങ്കിൽ ഒന്ന് മുസ്ലിം ആകാൻ താല്പര്യം ഉണ്ടായി, എന്റെ മൂത്ത മോൻ മെമ്പർഷിപ്പ് എടുത്തു ഇസ്ലാമിൽ, ഇളയ മോനും ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്തു, ഞാൻ വീട്ടിൽ ഒറ്റപ്പെടും, ഞാനും ഇതാ ഇസ്ലാമിലേക്ക് വരികയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്നീ വലീദ് ബിൻ മുഗീറ പറഞ്ഞിരുന്നുവെങ്കിൽ സനുസ്ലീഹി സഖർ എന്ന ആയത്ത് പ്രവാചകൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? ഉണ്ടായോ? എത്ര സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പോയാൽ എത്ര സന്ദർഭങ്ങൾ. ഈ ഇസ്ലാമാണ്, ഈ ഖുർആനാണ്, ഇത് അല്ലാഹുവിങ്കൽ നിന്നാണെന്നുള്ളതിന് എത്ര തെളിവുകൾ. രണ്ടാമത്തെ ഭാഗവും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളും കൂടി ഇടപെട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഈ ഒരുപക്ഷെ ഇവിടെ കൂടി ആളുകൾക്ക് വേണ്ടത് ഈ ഭാഗം അല്ലായിരിക്കാം. നിങ്ങൾ ആ സ്റ്റേജിൽ തരികയോ എന്തോ ചെയ്തിട്ട് അത് ആ ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ എന്നെ കൊണ്ട് കുട്ടികൾ കൂടുന്നതൊക്കെ ഇവിടെ നടക്കുള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഒറ്റ മിനിറ്റ്. മൂന്നാമത്തേത് ഒരു ലോ ഉണ്ട്, ഈ ഒരു ഫിലോസഫി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിയമം. ഈ ഒരു പൊതുവിഷയമായതുകൊണ്ട് പ്രായമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഫോളോ ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാവും. എന്നാലും പറ്റുന്ന പോലെ നോക്കുക. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അസാധാരണമായ സംഭവങ്ങൾ, എനിക്ക് തോന്നുന്നു ഞാൻ എന്താണ് വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് ഇപ്പോൾ തോന്നിയതാണ്. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടി പറയുമ്പോൾ നമുക്ക് ഏകദേശം തമാമാവും. അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ വിശദീകരണങ്ങൾ തേടുന്നു. ഇത് മതവിശ്വാസികൾ അംഗീകരിക്കുന്ന, മതേതര വിശ്വാസികൾ അംഗീകരിക്കുന്ന, നാസ്തികർ അംഗീകരിക്കുന്ന, ലോകത്തെ ഏത് മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു പൊതു തത്വമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഞാൻ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇത് പറയുന്നുണ്ട്. എനിക്ക് കുറേ ആലോചിച്ച് കിട്ടിയൊരു ഉദാഹരണം നമ്മുടെ ഇലോൺ മസ്കിന്റെ സംഭവമാണ്. ടെസ്ലയുടെ മുതലാളി. അതിനേക്കാൾ നല്ല ഉദാഹരണം എനിക്ക് പറഞ്ഞാൽ മതി. എന്നത് പറയും. അദ്ദേഹം ഒരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയിൽ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഇയോൺ മസ്ക് എന്ന് തോന്നുന്നു. അതുപോലെ മേയ മസ്ക് എന്നാണ് അമ്മാന്റെ പേര്. പഠിക്കൽ സുന്നത്തായാമലൊന്നുമല്ല, ഞാൻ പറഞ്ഞു പോവാണ്. ഇദ്ദേഹം പ്രിട്ടോറിയയിലെ വലിയ മുതലാളിയാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, അമ്മ വലിയ മോഡൽ നർത്തകിയൊക്കെയാണ്. വലിയ ഫാമിലി, തൊള്ളയിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച പുത്രനർത്ഥം. 10-ാം വയസ്സിൽ അച്ഛനും അമ്മയും വേർപ്പെടുന്നു. അമ്മയുടെ കൂടെ പോകാൻ കോടതി സമ്മതിച്ചിട്ടും പീഡിപ്പിക്കുന്ന അച്ഛന്റെ കൂടെ പോകുന്നു. അപ്പൊ തന്നെ ഒരു വ്യത്യസ്തത വന്ന്
പിന്നെ ആ വ്യത്യസ്തത നിഗൂഢത എവിടെ വരെ എത്തിയെന്ന് വെച്ചാൽ ഇന്ന് ഈ സൈബോർഗുകൾ എന്ന് പറയും, മീൻസ് ബ്രെയിനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യന്റെ മെറ്റബോളിക് ഘടന, മനുഷ്യന്റെ തലയിൽ കൃത്രിമ ബുദ്ധി എന്ന് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടി ഒരു രാജ്യം കെട്ടുമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അത് ചിരിച്ചു തള്ളാൻ നിവർത്തിയില്ല, കാരണം അദ്ദേഹം പറഞ്ഞതൊക്കെ ഏകദേശം അദ്ദേഹം സാധിപ്പിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും? മനുഷ്യന്റെ ഉടൽ കൃത്രിമ ബുദ്ധിയും, സൂപ്പർമാൻ അല്ലെങ്കിൽ ഒരു തരം സെമി സൈബോർഗുകളായി റോബോട്ടുകളായിട്ട് വരുന്ന സെമി റോബോട്ടുകളായി വരുന്ന ഒരു പുതിയ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു മനുഷ്യ സമൂഹം. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം. ന്യൂറാലിങ്ക് എന്നൊക്കെ പറയും. പിന്നെ ശൂന്യാകാശത്തേക്കുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ, സ്പേസ് എക്സ് ഒക്കെ അദ്ദേഹം ഇനീഷ്യേറ്റീവ് സ്റ്റേജിൽ വിജയിപ്പിച്ച് കഴിഞ്ഞു. അതിന്റെ ഒരു പ്രത്യേക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിന്റെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് മാക്സിമം ടൂർ പോയാലും അവിടെ വരെ പോകും. പക്ഷേ ഈ ഇലോൺ മസ്കിന്റെ ശ്രമം ശൂന്യാകാശത്ത് പോകാനാണ്. അവിടെ വിവാഹം, അവിടെ ഹോട്ടൽ, അവിടെ ടൂറിസം ഒക്കെ. ഇത് പൊതുവെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇലോൺ മസ്കിന്റെ ലൈഫ് എഴുതുന്നുണ്ട് ഒരു അമേരിക്കക്കാരനായ വോൾട്ടർ നേസിയാസ്. അദ്ദേഹം ചിലക്കാരനല്ല, ചരിത്രമെഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഇലോൺ മസ്ക് ഈസ് എയ്തർ an alien or a companion of alien. ഈ ഇലോൺ മസ്ക് ഒന്നുകിൽ അന്യഗ്രഹ ജീവിയാണ്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സഹവസിക്കുന്ന അന്യഗ്രഹ ജീവിയുടെ കൂട്ടുകാരനാണ്. 2024 ഒക്ടോബറിലും നവംബറിലും ഈ ആർഗ്യുമെന്റ് അമേരിക്കയിൽ വന്നിട്ട് ലോകത്തൊരു കുട്ടിയും മൂക്കത്ത് വിരൽ വെച്ചിട്ടില്ല, അതിശയോക്തി ആണെന്ന് പറഞ്ഞിട്ടില്ല, അവിശ്വസനീയത കൽപ്പിച്ചിട്ടില്ല. ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മുടെ നാട്ടിൽ ഒരു ആൾക്ക് ചാത്തൻ കൂടി അല്ലെങ്കിൽ ഇങ്ങനെയായി എന്നിട്ട് മരണപ്പെട്ടു പോയ ഏതോ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒച്ച വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 4ൽ 3 എന്തേ പറയൂ? വെറുതെ ഒരാളെ നമ്മളുടെ ഇടയിൽ പോലും അത് സമ്മതിക്കുന്നുള്ളൂ. ഖബർസ്ഥാന്റെ അരികിലൂടെ പോയപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ ഇന്നലെ പോയപ്പോ അവിടെ മനുഷ്യന്റെ മുഖമുള്ള കുതിരയുടെ പിന്നെ തലയുള്ള വലിയ ഒരു തെങ്ങിന്റെ ഉയരമുള്ള ഒരാൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിറ്റേന്ന് രാവിലെ അവനെ പിടിച്ച് ഏതെങ്കിലും സൈക്കാട്രി ആശുപത്രിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ട് ചെയ്ത് മയക്കും. ഇനി അതിനപ്പുറത്ത് ചിലപ്പോൾ ചെയ്യും, ഒരു തങ്ങളുടെ അടുത്തേക്കും ഉസ്താദിന്റെ അടുത്തേക്കും പോകും, കൂടെ അലോപ്പതി ഡോക്ടർ അരികിലേക്കും പോകും. ഏതുകൊണ്ടാണോ കഴിച്ചാവുന്നത് നടക്കട്ടെ. ഇത് കേരളത്തിലാണ്, നമുക്കിടയിലാണ്. നമ്മൾ ബഹുമാനിക്കുന്ന സമൂഹമാണ് അമേരിക്ക. അനർഹമായ ആദരവ് നമ്മൾ നൽകി വരികയാണോ അമേരിക്ക? അമേരിക്കയിലെ ഔദ്യോഗിക ചരിത്രകാരനാണ് ഈ പറയുന്നത്. ഇദ്ദേഹം ഒന്നുകിൽ അന്യഗ്രഹ ജീവിയാണ്, അല്ലെങ്കിൽ ഒറ്റ സാധ്യതയുള്ളൂ, ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഏലിയന്റെ സുഹൃത്താണ്. 2 ദിവസം മുമ്പ് അമേരിക്കയിലെ എയർപോർട്ടിൽ ഒരു നിർദ്ദേശം, ഞാനിതൊന്നും വെറുതെ ഊഹാപോഹം പറയല്ല, വിമാനം താഴ്ന്നു പറക്കണം, അല്ലെ കുറച്ചു നേരത്തേക്ക് പറക്കരുത്. എന്താ കാരണം? UFO ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് UFO? അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. നമ്മുടെ ഭാഷയിൽ പറക്കും തളിക എന്ന് പറയും. പറക്കും തളികയിൽ ആരാ വരുന്നത്? ഏലിയൻസ്, അന്യഗ്രഹ ജീവികൾ. ആരോട് സംസാരിക്കാൻ? ഇലോൺ മസ്കിനോട് സംസാരിക്കാൻ. ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിഷേധിക്കാത്തത്? ഇനി ഞാൻ ഈ ഒച്ചത്തിൽ പറഞ്ഞിട്ട് ഇയാൾ വെറുതെ പറയുന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ 2 മിനിറ്റ് നിർത്തിത്തരാം. നിങ്ങളൊന്ന് ഗൂഗിൾ ഈ പറഞ്ഞതിൽ അരവാക്ക് വെറുതെ ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഇത് ഇവരെന്തുകൊണ്ടാണ് മൂക്കത്ത് വിരൽ വെക്കാത്തതെന്ന് ആലോചിച്ചിട്ട് നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. പക്ഷെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം അതിലൊന്നും ഒരു അപ്രായോഗികതയും ഒരു അസാധ്യതയും ഇല്ല. ഏലിയൻ ഉണ്ടാവാം, പറക്കും തളിക ഉണ്ടാവാം എന്നല്ല, ഏലിയൻ ഉണ്ട്, പറക്കും തളികയുണ്ട്, അന്യഗ്രഹ ജീവികൾ ഉണ്ട്, അവിടെ ആരാധനകൾ ഉണ്ട്. ഇത് പറയുന്നവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ ഇലോൺ മസ്ക് ഞാനത് അന്യഗ്രഹ ജീവിയാണ് എന്ന് ഔട്ട്കം ചെയ്ത് ഒരു ഐഡന്റിഫിക്കേഷൻ അയാൾ നൽകുകയും ശാസ്ത്രലോകം സമ്മതിക്കുകയും ചെയ്താൽ ഇസ്ലാമും വിശിഷ്യ അഹ്ലുസുന്ന വൽ ജമാഅയും ക്ലിയർ കട്ട് ക്രിസ്റ്റലി ഓക്കെ ആവും. പിന്നെ സംവാദമൊന്നും വേണ്ടി വരിക പോലും ഇല്ല. സലഫി വിഭാഗത്തിലെ ജിന്നി വിഭാഗവും അൽഹംദുലില്ലാ എന്ന് പറയും. പണിയില്ലാതെ വിശദീകരിക്കല്ലോ. കാരണം മില്യൺ കണക്കിന് ആളുകളൊക്കെ ഇലോൺ മസ്കിന്റെ ഒക്കെ കാണും. കാരണം ഇതെന്തുകൊണ്ട് സംഗതമാകുന്നു എന്ന് ചോദിച്ചാൽ ഇതാണല്ലോ എക്സ്ട്രാ ഓർഡിനറി ഈവൻസ്. അസാധാരണമായ സംഭവങ്ങളാണെങ്കിൽ ഇറ്റ് നീഡ്സ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. കാര്യം സൈബോർഗുകൾ, മനുഷ്യന്റെ ഉടലും യന്ത്രത്തിന്റെ ബ്രെയിനും 1,00,000 ഹദീസ് മനപ്പാടമാക്കിയ കഥയൊക്കെ അപ്രസക്തം ഈ സൈബോർഗിന്റെ മുമ്പിൽ. ഇങ്ങനെ ഒരു ആശയം ഒരിക്കലും ഭൂമിയിൽ ഉള്ള ഒരു മനുഷ്യരിൽ നിന്ന് കിട്ടാൻ വഴിയില്ല. ന്യൂറാലിങ്ക് അല്ലെങ്കിൽ സ്പേസ് എക്സ് എന്ന് പറയുന്ന ആശയം ഭൂമിയിലെ ഉറവിടത്തിൽ നിന്ന് കിട്ടാൻ വഴിയില്ല. ഇത്തരത്തിലുള്ള ആശയം ഒരിക്കലും ഭൗമമാവില്ല, അത് അഭൗമമാവണം, അത് ആകാശീയമാവണം. അതാണ് സ്വാഭാവിക യുക്തി. അപ്പോ ഭൗതിക ലോകം പറയുകയാണ്, ഇത് ഇലോൺ മസ്കിന് പറഞ്ഞു കൊടുത്തത് ഒന്നുകിൽ ഒരു അന്യഗ്രഹ ജീവിയാണ് മലക്ക്, മാലാഖ, അല്ലെങ്കിൽ ഒരുപാട് നറേറ്റീവ്സ്. നമ്മൾ അതിലേക്ക് അധികം ആഴത്തിൽ പോകണ്ട. അത് ലൂസിഫറിന്റെ കമ്പാനിയൻസ് ആണ്, നമ്മുടെ ഭാഷയിൽ ദജ്ജാലിന്റെ ആന്റിക്രിസ്റ്റിന്റെ കമ്പാനിയൻസ് ആണെന്നൊക്കെ പറയുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലേക്ക് വാ, ഖുർആന്റെ കാര്യത്തിലേക്ക് വന്നാൽ പ്രഥമ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രവാചകൻ എക്സ്ട്രാ ഓർഡിനറി അല്ല? ഇലോൺ മസ്ക് എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ, അസാധാരണ പ്രതിഭയാണെങ്കിൽ, ഇലോൺ മസ്കിന്റെ ലൈഫ് കരിയർ അസാധാരണമാണെങ്കിൽ, ബിൽ ഔല അതിന്റെ 10 മടങ്ങ് ശക്തിയിൽ അസാധാരണ ജീവിതം നയിച്ച് വിജയിച്ച മനുഷ്യനല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 കൊല്ലം കഴിഞ്ഞിട്ട് ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചർച്ച. The 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദ ഹിസ്റ്ററി. യേശു ക്രിസ്തു ഉണ്ട്, ന്യൂട്ടൻ ഉണ്ട്,
ഐൻസ്റ്റൈൻ ഉണ്ട്, ബുദ്ധനുണ്ട്, പ്ലാറ്റോ ഉണ്ട്, അരിസ്റ്റോട്ടിൽ ഉണ്ട്, ഗാന്ധിജിയുണ്ട്, നെൽസൺ മണ്ടേല വരെ നീണ്ടു നിൽക്കുന്ന ഹോമോസാപ്പിയൻ ഭൂമുഖത്ത് വന്നത് മുതൽ ചരിത്രത്തിന്റെ ബൗദ്ധികതയെ സ്വാധീനിച്ച 100 പേർ, ലോകത്തിന്റെ ചർച്ചാഗതികളെ, അജണ്ടകളെ സെറ്റ് ചെയ്ത 100 പേർ. ഇലോൺ മസ്കിനെ കുറിച്ച് കുറ്റ്യാടിയിലെ മെഹഫിൽ ഓഡിറ്റോറിയത്തിന്റെ ഭൂഗർഭ അറാന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്നത് വാസ്തവത്തിൽ ആരെ വിജയ? ഇലോൺ മസ്കിന്റെ വിജയല്ലേ? ഇലോൺ മസ്കിന് കുറ്റ്യാടി അറിയോ? മെഹഫിൽ ഓഡിറ്റോറിയം അറിയോ? നമ്മൾ ആരെങ്കിലും അറിയോ? പക്ഷേ എന്നെ പോലെ ഒരു വിഡ്ഢീത 10 മിനിറ്റ് ഇലോൺ മസ്കിനെ കുറിച്ച് അവിടെ സംസാരിച്ചത്. ഇത് ആരെ വിജയമാണ്? ഇലോൺ മസ്കിന്റെ വിജയമാണ്. എങ്കിൽ 400 കൊല്ലമായി എവിടെയൊക്കെയോ ഭൂഗർഭാറകളിൽ, കുടിലുകളിൽ, കൂടുകളിൽ, കൊട്ടാരങ്ങളിൽ, പഞ്ചായത്തിൽ, പാർലമെന്റിൽ, ഗ്രന്ഥശാലയിൽ, വിമർശകരുടെ വേദികളിൽ, അനുകൂലികളുടെ വേദികളിൽ എവിടെയൊക്കെയോ ആ പേരുകൾ വരുന്നു. മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേല സാധാരണമാണ്. ഉപ്പയില്ലാത്ത ഉലകത്തിന്റെ ഊഷരതയിലേക്ക് ഇറങ്ങി വരികയും ഉണക്കച്ചപ്പാത്തി നിന്ന് ജീവിക്കുകയും കാരക്കയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുകയും നോമ്പ് തുറക്കുകയും പകൽ മുഴുവൻ അശ്വാരൂഢന്മാരായി പോരാടുമ്പോഴും പാതിരാത്രി പ്രാർത്ഥനാ നിരതമായി പോരാട്ട വീര്യം ആവാഹിക്കുകയും പകരുകയും ഭാവി പ്രവചിക്കുകയും ചരിത്രം പറയുകയും വർത്തമാനം വിലയിരുത്തുകയും ഭൂമിയെക്കുറിച്ച് സംസാരിക്കുകയും ആകാശത്തെക്കുറിച്ച് വിചാരിക്കുകയും വിചാരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും തന്നെ കാണാൻ വന്ന ഒരു സ്ത്രീ കണ്ടു വരച്ചപ്പോൾ ഹവിൻ അലൈക്, പേടിക്കണ്ട, ഞാൻ ചപ്പാത്തി നിന്ന് ജീവിക്കുന്ന അനാഥന്റെ പുത്രനായ ആട്ടിടയനാണെന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എക്സ്ട്രാ ഓർഡിനറി അല്ലേ? ആർക്ക് സംശയം? അബൂ സുഫിയാൻ ഹെറാക്ലീസിന്റെ അരികിലേക്ക് പോയി. അന്നത്തെ റോമിന്റെ അധിപനായ ഹെറാക്ലീസ്, ഹിർക്കൽ. അബൂ സുഫിയാന്റെ ആഗ്രഹം എന്താ? ഈ ഭീഷണി, മക്കത്തെ ഭീഷണി നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇവിടെ റോമിലേക്ക് വരും. അതുകൊണ്ട് മുളയിലേ നുള്ളാൻ ഞങ്ങൾ മെനക്കെട്ടാൽ ഗോത്ര വൈരാകും, നിങ്ങൾ കൊട്ടേഷൻ സംഘത്തെ വിട്ടു തന്നാൽ നന്നായി എന്ന് പറയാനാണ് പോയത്. ഹെറാക്ലീസ് 3 ചോദ്യം. ആള് ജീവിതത്തിൽ ഇന്നേ വരെ നുണ പറഞ്ഞിട്ടുണ്ടോ? അറബികൾ എല്ലാ കാര്യത്തിലും ഖുറൈശികളെ പറ്റി പറയാറുണ്ട് മോശമാണെന്ന്. പക്ഷേ ഖുറൈശികളുടെ, അറബികളുടെ പ്രത്യേകതയായി എണ്ണപ്പെടുന്നുണ്ട്. ഇന്നത്തെ അറബികൾ എനിക്കറിയില്ല. സത്യദീക്ഷ പുലർത്തുന്നവരാണ്, നുണ പറയില്ല, എതിരായാലും നേര് പറയും. അബൂ സുഫിയാൻ പറഞ്ഞു ഇല്ലെന്ന് മാത്രമല്ല അൽ അമീനാണ് പേര്. 2ാമത്തെ ചോദ്യം, താഴ്ന്ന കുടുംബത്തിലാണോ ജനിച്ചത്? അബൂ സുഫിയാൻ അല്ല, ഏറ്റവും ഉയർന്ന ഗോത്രത്തിലാണ്, ഖുറൈശി ഗോത്രമാണ്, ബനു ഹാഷിമാണ്. ആ കുടുംബത്തിൽ ഇതിനു മുമ്പ് രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ? അബൂ സുഫിയാൻ ഇല്ല. രാജാക്കന്മാരൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പ്രവാചകന്മാരുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷേ രാജാക്കന്മാരില്ലെങ്കിലും മക്കയിലെ ഏറ്റവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കഅബാലയത്തിന്റെ സിദാനയുടെ ചുമതല, കഅബാലയത്തിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ഈ കുടുംബത്തിൽ നിന്ന് മാത്രമേ വരാറുള്ളൂ. ഇത് 3 അബൂ സുഫിയാൻ മറുപടി കൊടുത്തു. ഹിർക്കൽ 2 റക്അത്ത് തുപ്പിയിലൊക്കെ ഇറക്കിയിട്ട് ഹിർക്കൽ പറഞ്ഞു, അബൂ സുഫിയാൻ എന്താ പ്രതീക്ഷിക്കുന്നത്? അബൂ സുഫിയാന്റെ കൂടെ കിങ്കരന്മാരെ പറഞ്ഞയച്ചു കൊടുക്കുമെന്ന്. ഹിർക്കൽ അബൂ സുഫിയാന്റെ അഹന്തയുടെ അണ്ണാക്ക് കൊട്ടി പറഞ്ഞു, ഇൻ കാന മാ തഖൂലു ഹഖൻ. അബൂ സുഫിയാൻ, നമ്മൾ കുറെ കാലമായി കാണുന്നു, അത് വെച്ച് പറയാണ്, ഇൻ കാന മാ തഖൂലു ഹഖൻ, നീ ഇതുവരെ പറഞ്ഞത് മുഴുവനും സത്യമാണെങ്കിൽ ഫസയംലികു മൗദിയ ഖദമയ്യ ഹാതൈനി, ഞാൻ കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണ് ആ മുഹമ്മദ് കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. അബൂ സുഫിയാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് നിർത്തിയില്ല. ഹിർക്കൽ പറഞ്ഞു, വലൗ കുന്തു ഇൻദഹു, ഞാനെങ്ങാനും ഇപ്പൊ നീ ഭീഷണിപ്പെടുത്തി പേടിപ്പെടുത്താൻ ശ്രമിച്ച മുഹമ്മദിന്റെ പക്കലായിരുന്നുവെങ്കിൽ ലഗസൻതു അൻ ഖദമൈഹി, ആ മുഹമ്മദിന്റെ തൃപ്പാദങ്ങൾ ഞാൻ കഴുകിക്കൊടുത്തേനെ. ഇത് കേട്ടപ്പോൾ ഹിർക്കലിന്റെ ചുറ്റിലുമുള്ള ക്രിസ്ത്യൻ ബിഷപ്പുമാര് പറഞ്ഞു, ഹിർക്കൽ പിഴച്ചുപോയിരിക്കുന്നു, ഹിർക്കൽ മുഹമ്മദിന്റെ അനുയായി ആയിരിക്കുന്നു. തഹമ്മദ ഹിർക്കലു എന്നാണ് സിറയിലുള്ളത്. ഹിർക്കൽ മുഹമ്മദിയനായിരിക്കുന്നു. എന്നോട് ആരോ ഞാൻ ചോദിച്ചു മുഹമ്മദിയ പ്രയോഗം. ഞാൻ അതിന്റെ സിറ വായിച്ചപ്പോൾ ഇങ്ങനൊരു പ്രയോഗം കണ്ടു, തഹമ്മദ, മുഹമ്മദിയനായി. ഹിർക്കലിന് തോന്നി ഇത് കാര്യം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഹിർക്കൽ പെട്ടെന്ന് പറഞ്ഞു, അല്ലല്ല, ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അതേക്കുറിച്ച് പ്രതികരിക്കുക എന്ന് നോക്കാനാണ് ഞാൻ വന്നത്, നോക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ മുഹമ്മദീനൊന്നുമായിട്ടില്ല എന്ന് പറഞ്ഞു. ഹിർക്കലിന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചപ്പോ ഹിർക്കൽ ആ വാദം ഒന്ന് മാറ്റി, മുസ്ലിമായി എന്നുള്ള വാദം അവിടെ ഒന്ന് മാറ്റി. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ കാര്യം എവിടെയാണ് നടക്കുന്നത്? റോം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറ്റലിയുടെ ക്യാപിറ്റൽ റോം അല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന റോം ആധുനിക തുർക്കിയാണ്. ലളിതമായി പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളാണ്. കിഴക്കൻ റോമാ സാമ്രാജ്യം എന്ന തുർക്കി മുതൽ സിറിയ വരെ അതിന്റെ ഈസ്റ്റേൺ ക്യാപിറ്റലാണ് ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായി വരുന്ന അന്നത്തെ റോം. അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈ സംഭവം നടക്കുമ്പോൾ ലൈവായി മക്കയിൽ ദാറുൽ അർഖമിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു ചിമ്മി പറയുകയാണ്, കഷ്ടം, ആഖിറത്തിന്റെ വിശാലതയിൽ നിന്നും ദുനിയാവിന്റെ ഇടുക്കത്തിലേക്ക് ഹിർക്കൽ മടങ്ങി നടന്നു കളഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാര്യം? ഞാനിപ്പോ നീ പറയുന്ന നബിയുടെ അരികിലായിരുന്നുവെങ്കിൽ ലഗസൽതു അൻ ഖദമൈഹി, 2 കാലും ഞാൻ കഴുകി കൊടുത്തേനെ. ഈ മനുഷ്യനല്ലെങ്കിൽ പിന്നെ ആരാണ് എക്സ്ട്രാ ഓർഡിനറി? ആരാണ് എക്സ്ട്രാ ഓർഡിനറി? എത്രയോ ഹദീസുകൾ. അപ്പൊ സ്വാഭാവികമായി നീഡ്സ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. ഇത് ഭൂമിയിൽ നിന്നാവില്ല ഈ വഹീന്റെ ഉറവിടം. ഈ അറിവ് പറഞ്ഞു കൊടുക്കുന്നയാൾ ഒരിക്കലും ഭൂമിയിൽ ഒരാളാവാൻ പാടില്ല. കാരണം ഇത് പറയാൻ, ഈ സ്ഥൈര്യം കാണിക്കാൻ, ഈ ഭാവി പ്രവചനം നടത്താൻ ഭൂമിയിലെ ഒരാൾക്കും സാധ്യമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിനടിയിലേക്ക് പോലും ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ലോക സ്വാധീനത്തിന്റെ കാര്യത്തിൽ വളരാത്ത നമ്മുടെ മുമ്പിലുള്ള നമ്മെപ്പോലുള്ള ഒരു ഇലോൺ മസ്കിനെ കുറിച്ച് അന്യഗ്രഹ ജീവിയുമായി സംസാരിക്കുന്നയാൾ എന്ന് 2024 വോൾട്ടയർ ഏസിയാസിന് ചരിത്രം എഴുതാമെങ്കിൽ
ആ ലോജിക്ക് വെച്ചുകൊണ്ട് തീർച്ചയായും പറയാൻ കഴിയില്ലേ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുന്നത് ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരു ഏലിയൻ ആകണം, ഇനി അതെടുത്തിട്ട് നമ്മൾ അത് പറയണ്ട, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷുഡ് ബി എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, ഭൂമിയുമായി ബന്ധപ്പെട്ട ജീവിയല്ലാത്ത ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സംസാരിച്ച അല്ലമഹു ശദീദുൽ ഖുവാ. ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിന്റെ മുമ്പിൽ എത്ര പ്രകടമായ സത്യങ്ങളാണിത്, എത്ര പ്രകടമായ സത്യങ്ങളാണിത്. മനുഷ്യന്റെ ദീൻ മൂന്നാമത്തെ ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത, വിശുദ്ധ ഖുർആന്റെ സത്യസന്ധത, ഏത് നിലകളിലും ദീനിന്റെ ഈമാനിന്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ നവരത്ന ശോഭ എന്ന് പറയും. ഈ ഭാഗത്ത് കൂടി നോക്കിയാലും തിളക്കം, ഈ ഭാഗത്ത് കൂടി നോക്കിയാലും തിളക്കം, ഈ ഭാഗത്ത് കൂടി നോക്കിയാലും തിളക്കം. ഹറമിലേക്ക് കടക്കുന്ന പോലെ എവിടെയും വാതിലുകളുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു രത്ന സ്ഫടിക സ്ഫുട സമാനമായ സത്യ സ്വത്വമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു ജീവിതത്തിൽ മരിപ്പിൽ മരണാനന്തരം എവിടെയും ഇതിന്റെ കൂടെ ആക്കി തെരുമാറാകട്ടെ. അതുകൊണ്ടല്ലേ അത് പ്രവചിക്കാൻ കഴിയൂ. ഇനി നമ്മൾ പറയുന്നോ അല്ല നിങ്ങൾ എന്തെങ്കിലും പറയുന്നോ, എന്നിട്ട് 10 മിനിറ്റ് കൂടി ഇങ്ങനെ പോന്നോ? എനിക്കായിട്ട് ഇതിൽ തീരുമാനങ്ങളില്ല. 9:15 9 വരെ അങ്ങനെ പോയതായാലും ഒരു ദിവസം ഇതിനെ നീയത്ത് വെച്ചാൽ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ലാസ്റ്റ് നമുക്ക് 20 മിനിറ്റ് കൊടുക്കാം, അല്ലെ? എത്രയാണ് ചത്ര? 4-ാമത്തെ ഭാഗം ഇതിന്റെ ബാക്കി തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലിബത്തിർ റൂം ഫീ അദ്നൽ അർള് വഹും മിൻ ബഅദി വലബിഹിം സയഗ്ലിബൂൻ. ശുദ്ധ ഖുർആൻ. ഇതെങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ കഴിയുക? നമ്മൾ ഖുർആനിന്റെ ഉള്ളിൽ നിന്നാണ് ഇന്ന് മുഴുവനും സംസാരിച്ചത്. ക്രിസ്തബ്ദം 602 മുതൽ 648 വരെ റോമക്കാരും പേർഷ്യക്കാരും ഭയങ്കര യുദ്ധം. ഇതിന്റെ ബാക്കി തന്നെയാണ്. റോമക്കാരോട് മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായൊരു അനുതാപം ഉണ്ടാകും, കാരണം അഹ്ലി കിതാബാണ്. പേർഷ്യക്കാർ റോമാന്റെ ഉള്ളിൽ കയറിയാണ് റോമക്കാരെ തോൽപ്പിച്ചത്. സഹാബികൾക്ക് വിഷമായി. സഹാബികൾ പറഞ്ഞു, കഷ്ടായി പോയി, റോമക്കാർ തോറ്റല്ലോ. ഇത് 613 ക്രിസ്തബ്ദം 613 യുദ്ധത്തിലാണ്. എൻസൈക്ലോപീഡിയ രേഖമാണല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം വഹും മിൻ ബഅദി വലബിഹിം, ഇപ്പോ തോറ്റതിന് ശേഷം വഹും സയഗ്ലിബൂൻ, അവർ വിജയിക്കും, നോക്കിക്കോ. 10 ചില്ലാനം 10 ചില്ലാനം കൊല്ലങ്ങൾക്കുള്ളിൽ 7 കൊല്ലായി. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തെളിവോടെയുണ്ട്. 7 കൊല്ലായപ്പോൾ സഹാബികൾ മെല്ലെ സിദ്ദീഖുള്ളാഹിനോട് ചോദിച്ചു എന്നാണ് ഹദീസിലുള്ളത്. അല്ല, റോമക്കാർ ജയിക്കുന്ന ആയത്തിലായല്ലോ, കൊല്ലം 7 സഹാബികൾ ബോധോടാണ്, കൺസേൺഡ് ആണ്. അബൂലഹബിന്റെ ആയത്തും വലീദിന്റെ ആയത്തും ഞാൻ പറഞ്ഞ കാര്യം സഹാബികൾ ചിന്തിക്കുന്നവരാണ്. 10 ചില്ലാനം കൊല്ലത്തിന്റെ അകം റോമക്കാർ ജയിക്കുന്നുള്ള ആയത്ത് 7 കൊല്ലമായിട്ടും റോമക്കാർ ജയിച്ചില്ല, പേർഷ്യക്കാരനെയാണ് ജയിക്കുന്നത്. സസാനിയൻസ് ജയിക്കുന്നു, ബൈസന്റൈൻസ് തോൽക്കുന്നു. റസൂലുള്ള എമ്മാതിരി സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ? പിറ്റേ കൊല്ലം റോമക്കാർ ജയിക്കുന്നു, പേർഷ്യക്കാർ തോറ്റുപോകുന്നു. ഇവരെ മുമ്പിൽ നിന്ന് കാണുന്നു. ഈ ചരിത്രം ലോക ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നു. ഇതെങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയും? ഇതൊരു മനുഷ്യനൊരിക്കലും പറയാൻ കഴിയില്ലല്ലോ. അതായത് ഇന്ന് ലോകത്തെ ഏറ്റവും അഫ്ഗാനിസ്ഥാൻ അമേരിക്കയിലേക്ക് വ്യോമാക്രമണം നടത്തിയിട്ട് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയെ കീഴ്പ്പെടുത്തും എന്ന് പറയുന്നതിന് തുല്യം തന്നെയായിരുന്നു ക്രിസ്തബ്ദം 613 സാഹചര്യത്തിൽ സസാനിയൻസിനെ റോമൻസ് കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞാലും നിങ്ങൾ അതിന്റെ ഹിസ്റ്ററി പരിശോധിക്കുക. അവിശ്വസനീയമായ ന്യൂസ് ആയിരുന്നു. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം റോമക്കാരുടെ പല്ല് കൊഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതപ്പെട്ട പൊതുബോധമുള്ള കാലത്താണ് പറയുന്നത് വഹും മിൻ ബഅദി വലബിഹിം സയഗ്ലിബൂൻ എന്ന് പറയുന്നത്. പിന്നെ വിശുദ്ധ ഖുർആന്റെ ഒരു അമാനുഷികത പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാണ്. ഈ അക്കാദമികമായി, ലോജിക്കലി, ശാസ്ത്രീയമായി, ബുദ്ധിപരമായി ഏത് നിലയിലും പരിശുദ്ധ ഇസ്ലാമിനെ അവർക്ക് വിമർശിക്കാൻ കഴിയില്ല. നമുക്ക് ഇതിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടാക്കുവാനും കഴിയില്ല. ആ സംവാദത്തിന് ശേഷം ഒരു സംവാദം അവർ പറഞ്ഞൊരു കാര്യം എന്താ, ഞാൻ അവിടെ കൊടുത്തൊരു മറുപടി ഇതുള്ളതുകൊണ്ട് അടിമത്തത്തെ സംബന്ധിച്ച് ശരിയായില്ല. എക്സാമ്പിൾ, ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒന്നും നമുക്ക് അപവാദമായി പറയാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. അടിമത്തം, അതേപോലെ ചേലാകർമ്മം ചെയ്യൽ, അതേപോലെ സ്ത്രീയുടെ സ്വത്തവകാശം, ഇങ്ങനെയുള്ള കുറച്ച് ക്ലീശകൾ ഉണ്ടല്ലോ ഇവിടെയും. ആയിഷ ബീവിയുടെ വിവാഹപ്രായം, അതൊക്കെയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെ തന്നെ ഒരു തത്വദീക്ഷ നോക്കൂ. സൂറത്തുൻ നിസാ, അടിമ സ്ത്രീകളെ ഞാൻ പ്രസംഗിക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ പറഞ്ഞു പോവാം. യജമാനിക്ക് ശാരീരിക പങ്കാളിത്തം, ശാരീരിക ബന്ധം പുലർത്താനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഇത് വലിയൊരു പ്രശ്നമാണ്. വ്യക്തിപരമായി എന്നോടും കുറേ ആളുകൾ അത് ചോദിച്ചു. ഒരുപാട് ഉസ്താദന്മാരോടും അല്ലെങ്കിൽ അറിയുന്ന ആളുകളോടും ചോദിക്കുന്നുണ്ടാവും. തീർച്ചയാണ്, എനിക്കിവിടെ ഒരു പ്രസക്തിയുമില്ല, ഞാൻ പറയുന്നത് മാത്രം. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ അടിമകളോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇസ്ലാം അനീതി കാണിച്ചിട്ടുണ്ടോ? അടിമത്തം പണ്ട് മുതലേ ഉള്ള ഒരു വ്യവസ്ഥയാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഈജിപ്തിലെ പിരമിഡുകളുമായി ബന്ധപ്പെട്ട്, റോമിലെ ഗ്ലാഡിയേറ്ററുകളുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ പല ഭാഗത്തും അടിമകളുണ്ടായിരുന്നു. അന്നത്തെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടല് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു അടിമത്ത സംവിധാനം. ഇസ്ലാം എന്ത് ചെയ്തു? മനോഭാവം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് കുഴപ്പമായിട്ട് കണ്ടത്. അടിമകൾക്ക് പലർക്കും വിമോചിക്കപ്പെടാനുള്ള, വിമോചനം വേണ്ട എന്ന് കരുതിയിരുന്ന അടിമകൾ പോലും ഒന്നുണ്ടായിരുന്നതാണ്. കാരണം തൊഴിൽ നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു യജമാനന്റെ കീഴിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നിട്ട് ഇവിടെ കുറ്റ്യാടിയിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന ഏജന്റ് പറയുകയാണ്, നാളെ രാവിലെ എല്ലാവരും പോയിക്കോ, എന്റെ കീഴിൽ നിങ്ങളിങ്ങനെ ഭരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞാൽ ഈ ബംഗാളീസും ആസാമീസും പോകൂലേ? പോവില്ല. ഒറ്റയടിക്ക് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും തൊഴിലിനെ? ഇത് തന്നെയായിരുന്നു പ്രാക്ടിക്കലി അന്നും, ഇത് തന്നെയായിരുന്നു അന്നും ഒരു വശം. പക്ഷേ പതിയെ പതിയെ അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സാ മാറൂ. അടിമത്തമല്ല പ്രധാനം, സ്വാതന്ത്ര്യമാണ് പ്രധാനം.
ഈ ബോധത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി ഇസ്ലാം പാകപ്പെടുത്തി. കാരണം വിമോചനമാണ് ഇസ്ലാമിന്റെ ആത്യന്തികത. മനുഷ്യരുടെ കീഴിൽ നിൽക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കീഴിലേക്ക് വാ. ഇത് ഞാൻ വിശദീകരിക്കേണ്ടി വരൽ തന്നെ വാസ്തവത്തിൽ ഒരു ദാരിദ്ര്യമാണെന്ന് എനിക്കറിയാം. ഒരുപാട് പണ്ഡിതന്മാരും പ്രബോധകരും ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായി ഒരുപാട് സൽക്കർമ്മങ്ങളായി അടിമത്തമോചനം, ഒരാളെ കൊന്നാൽ ഒരടിമയെ മോചിപ്പിക്കുക, ക്രമേണ ഇല്ലായ്മ ചെയ്യാൻ, ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്താൽ ഈ അടിമകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, പലർക്കും ജോലി പോകും. ഒമാക്കാന അല്ലേ കുറെ ആയത്ത്, ഒമാക്കാനലി മുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ ഫതഹരീറു റഖബത്തിൻ മുഅ്മിന. ഒരാളെ കൊന്നാൽ അതിന്റെ പ്രായശ്ചിത്തം ഒരു അടിമയെ മോചിപ്പിക്കൽ. നരകത്തിന്റെ പാലം കടക്കാനുള്ള എളുപ്പ വഴി ഖുർആൻ എന്താ പറഞ്ഞത്? അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ആയതെന്തായിരുന്നു? വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ. അഖബ, വമാ അദ്റാക മൽ അഖബ. അഖബ എന്ന് പറഞ്ഞാൽ നരകത്തിലെ പാലം, നരകത്തിലെ തീമല, നരകത്തിലെ ഹിന്ദു വിശ്വാസത്തിലെ വൈതരണി എന്ന് പറയല്ലോ. അത് കടന്നാലേ അപ്പുറത്ത് പോകാൻ പറ്റൂ. അത് കടക്കാനുള്ള വഴി എന്താണ്? ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കൽ. അടിമയെ മോചിപ്പിക്കൽ. ഒരു മുഅ്മിനെ കൊന്നാൽ പ്രായശ്ചിത്തം എന്ത്? അടിമയെ മോചിപ്പിക്കൽ. അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്തു, എന്നിട്ട് ലംഘിച്ചു. എന്താ പ്രായശ്ചിത്തം? لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة. അവിടെയും അടിമയെ മോചിപ്പിക്കൽ. ഒരാൾ പറയുന്നതാണ് സ്വന്തം പത്നിയോട്, നിന്നെ ഞാൻ തൊടൂല. ഒരു ആവേശത്തിന്റെ പുറത്ത് അങ്ങനെ പറയുന്നൊരു സ്വഭാവം അറബികൾക്കുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെയും പരിഹാരം എന്ത്? വല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبة. മുളാഹറ നടത്തിയാലും അതിന്റെ പ്രായശ്ചിത്തം അടിമയെ മോചിപ്പിക്കൽ. ഇങ്ങനെയൊക്കെ അടിമയെ മോചിപ്പിക്കുന്ന സിസ്റ്റം ഇപ്പൊ കഴിഞ്ഞു, ഇസ്ലാം കൊണ്ടുപോകും. അപ്പോൾ കുറെ അടിമകൾക്ക് ഈ ഓപ്ഷൻ വന്നപ്പോഴാണ് അടിമകൾ ചിന്തിക്കുന്നത്, അങ്ങനെ മോചിതരായാൽ അത് നല്ലൊരു ലോകമാണല്ലോ. അപ്പൊ ഇസ്ലാം അതിനും ഒരു ഓപ്ഷൻ വെച്ചു. ഒറ്റയടിക്ക് മോചിപ്പിക്കപ്പെട്ടിട്ട് പ്രയാസം വേണ്ട, നിങ്ങൾക്ക് യജമാനന്മാരോട് ആവശ്യപ്പെടാം. മുഖാത്തബ, ഞങ്ങൾക്ക് മോചനം വേണം, ഒറ്റയടിക്ക് വേണ്ട. അടിമകളുടെ കൂടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ലേവ്സ്. അടിമകൾക്ക് വേണ്ടിയാണ് ഈ നിയമനിർമ്മാണം. ഒറ്റയടിക്ക് സാധാ മുതലാളിമാർ എന്താ ചെയ്യാ? അത് ശരി, ഇത്രയും കാലം ഞാൻ ജോലി തന്ന്, ഞാൻ തിന്നാൻ തന്ന്, എനിക്ക് പോകണം അല്ലേ, വണ്ടി എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞാൽ അപ്പ പറഞ്ഞേക്കും. പക്ഷേ ഇസ്ലാം നിയമം വെച്ചു അങ്ങനെ പറഞ്ഞേക്കരുത്. അവരെ നിങ്ങൾ ചെയ്യേണ്ടത് നിശ്ചിത തുക നിശ്ചയിച്ച് ആ തുകയാവുന്നത് വരെ വെയിറ്റ് ചെയ്ത് തുകയായിട്ട് വിട്ടാൽ മതി. മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, സോഷ്യലി പാകപ്പെടട്ടെ. فليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا. ഒരു കരുതൽ നോക്കണം. നിങ്ങളുടെ അടിമകൾ നിങ്ങളോട് മുഖാത്തബ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അവർക്ക് ഈ വിമോചന പത്രം എഴുതണം. ഇൻ അലിംതും ഫീഹിം ഖൈറ. ആ അടിമയുടെ ഭാവിക്ക് നല്ലത് അതാണെങ്കിൽ. നീ ഇപ്പൊ മോചനം വാങ്ങിയിട്ട് പോയാൽ എങ്ങോട്ട് പോവാനാ? നീ കൂടുതൽ കഷ്ടപ്പെടാനാണ് സാധ്യത. ഞാൻ തിന്നത് നിനക്ക് തരുന്നില്ലേ ഇസ്ലാമിൽ? എന്റെ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സ് നിനക്ക് തരുന്നില്ലേ? നീ പോയാൽ നിനക്ക് നല്ലതല്ല എന്നാണ് ഈ യജമാനൻ തന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കുന്നതെങ്കിൽ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക. ഇനി അവനിക്ക് ഉത്തമം സ്വാതന്ത്ര്യം തന്നെയാണെങ്കിൽ എഴുതണം. എന്നിട്ടോ സമ്പാദിക്കുന്ന സ്വത്തിൽ നിന്ന് അവന്റെ വേതനം അവന് വെക്കാമെന്ന് മാത്രമല്ല, മുതലാളിയോട് കൽപ്പന, ഇനി അതുവഴി അവനിക്ക് കിട്ടുന്നില്ലെങ്കിൽ നിനക്ക് റബ്ബ് തന്നത് അവന് ഡൊണേഷൻ ചെയ്യൂ. എന്താണ് പറയുന്നത്? ഇത് വിമർശകർ കാണുന്നില്ലേ? നിങ്ങൾക്ക് അള്ളാഹു തന്നത് അവർക്ക് കൊടുക്കുക. സക്കാത്തിന്റെ ഓഹരിയും ഇസ്ലാം നിശ്ചയിച്ചു. ഇവർക്ക് സക്കാത്ത് ഇവരുടെ കൂലി. എന്നിട്ടും ആ പറഞ്ഞ സ്വത്ത് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് കൊടുക്കുക, മുതലാളിക്കുള്ള കൽപ്പനയാണ്. അങ്ങനെ അവർക്ക് പണാവുന്നു, അവർ പോകുന്നു. നിഷ്പക്ഷമായി ബഹളം വെക്കാതെ നമുക്ക് നമ്മുടെ ഇസ്ലാം ഈമാൻ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ആ സിസ്റ്റത്തെ നിർമ്മലമാക്കുക, ആ സിസ്റ്റത്തെ ഇല്ലായ്മ ചെയ്യുക? പിന്നെ എവിടെയോ ഈ സ്ത്രീ അവളെ ബന്ധപ്പെടാം. ഈ പറയുന്നത് കേട്ടാൽ തോന്നുക നമ്മളെ പറ്റി അവർ പറയാറുണ്ട് ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ എന്നൊക്കെ. വാസ്തവത്തിൽ എന്തുണ്ടായാലും അതുകൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ അവരല്ലേ. ശാരീരിക ബന്ധം പുലർത്താൻ വേണ്ടി അടിമ സ്ത്രീകളെ വെക്കണം എന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ഇസ്ലാം 4 ഓപ്ഷൻ പറയുകയാണ്. ഒന്നുകിൽ അവളെ മോചിപ്പിക്കുക. 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ബന്ധപ്പെടലൊന്നുമല്ല. 4ാമത്തെ ഓപ്ഷനാണ് ഇവർ ഒന്നാമത്തായിട്ട് പറയുന്നത്, മോചിപ്പിക്കുക. മോചിപ്പിച്ച ചർച്ചയില്ല, സ്വതന്ത്രയായ പെണ്ണായി. 2ാമത്തെ ഓപ്ഷൻ മോചിപ്പിച്ച് വിവാഹം ചെയ്യുക. മോചിപ്പിച്ച് വിവാഹം ചെയ്യുക. അപ്പോൾ കുട്ടിയുണ്ടായാൽ ഉമ്മ വലുതായി, ആ കുട്ടി സ്വതന്ത്രനായി, യജമാന മരിക്കലോടുകൂടെ ആ പെണ്ണും സ്വതന്ത്രയായി. 3ാമത്തെ ഓപ്ഷൻ മറ്റൊരു അടിമക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. അടിമ സ്ത്രീയാണ്, മറ്റൊരു അടിമക്ക്. സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ഡോക്ടറായ ആൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഡോക്ടറായ ആളെത്തിയെ തന്നെയാണ് വിവാഹ ആലോചന നടത്തുന്നുള്ളൂ. ഉറപ്പല്ലേ? എംടെക്കുകാരനെ തന്നെ തപ്പുന്നുള്ളൂ. ബിടെക് എന്ന് പറഞ്ഞാൽ തന്നെ അവളെ മുഖം ചൊളിയുന്നു. നമുക്ക് പരാതിയുണ്ടോ? അത് സാമൂഹികമായ ഘടനയാണത്. ഉണക്കൽ മീൻ മണക്കുന്ന നാട്ടിൽ പോയി കുറ്റിയാടിക്കാർ പെണ്ണിട്ടു. നാടിന്റെ പേര് നമ്മൾ പറയണ്ട. ആ നാട്ടിൽ ഇറങ്ങിയാൽ ഉണക്കമീൻ മണക്കും. കാരണം എന്താ? ഞങ്ങൾക്ക് ഇവിടെ അക്കാര്യത്തിന് വന്നാൽ ചോറ് താനാവില്ല. പെണ്ണിനൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ റീപ്ലൈ കൊടുക്കുന്നില്ല. സാമൂഹികമായ ഘടനയല്ലാതെ
പെണ്ണ് കാണാൻ പോയ ചെക്കൻ്റെ വീട്ടിൽ പശുവില്ല, ചാണകത്തിന്റെ സ്മെല്ല് അധികം അനുഭവിച്ചിട്ടില്ല. ഓളെ പുറേ ചെന്ന് നോക്കുമ്പം ആടെ പശുവിനെ പൊരുന്നുണ്ട്, ചാണകത്തിന്റെ സ്മെല്ലാണ്. നല്ല ചായയാണ്, എന്നാലും ഒന്ന് മണത്തോക്കും. റീപ്ലൈ കൊടുക്കുന്നില്ല, ഫോണിങ്ങനെ അടിയുന്നുണ്ട്. ഇല്ല. അപ്പോൾ അടിമപ്പെണ്ണിനെ അടിമക്ക് കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മെന്റലി സിങ്കാവാൻ അത് എളുപ്പമാണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ, അടിമപ്പെണ്ണിനെ പിടിച്ച് സ്വതന്ത്രം കെട്ടിക്കരുത്, അടിമപ്പെണ്ണിനെ പിടിച്ച് അടിമ പുരുഷന് വിവാഹം ചെയ്ത് കൊടുക്കുക. കാരണം അതാണ് മാനസികമായി ഓക്കെ. അടുത്ത ഓപ്ഷൻ, നിർബന്ധിത സാഹചര്യമാണെങ്കിൽ വിവാഹം ചെയ്യാൻ പറ്റുന്നില്ല, വേറെ അടിമയെ കിട്ടുന്നില്ല, മോചിപ്പിച്ചാൽ അതിൽ ഇവൾക്ക് ഹൈറുമില്ല. ഇങ്ങനെ വന്നാൽ ഈ സ്ത്രീയെ അടിമയായി നിർത്തുമ്പോൾ ആ പെണ്ണ് അഹ്ലുൽ കിതാബാണെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടാം. ഓക്കെ, എന്റെ വക ഒരു വാക്കില്ല. ആ പെണ്ണിനെ അടിമയാക്കി വെച്ചാൽ ശാരീരികമായി ബന്ധപ്പെടാനുള്ള ഖൈദ് മുഅ്തമദായ പ്രകാരം ആ പെണ്ണ് ഒന്നുകിൽ മുസ്ലിമത്തായിരിക്കണം, ആ മുസ്ലിം ആണല്ലോ അവർ പറയുന്നത്, ഒന്നുകിൽ മുസ്ലിമത്തായിരിക്കണം അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിൽപ്പെട്ടതായിരിക്കണം. കണ്ടീഷനാണ്. ഇനി ഈ പെണ്ണിനെ ആരും ബന്ധപ്പെടുന്നില്ല എന്ന കുട്ടിക്കോ എന്തായിരിക്കും ആ പെണ്ണിന്റെ അവസ്ഥ? ആരും നോക്കാനില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സമൂഹം കയറിമേയും, ഉത്തരവാദിത്തം ഇല്ലാതാകും, ആർക്കും ഉപയോഗിക്കാവുന്നാകും. അപ്പൊ ആർക്കും ഉപയോഗിക്കാവുന്ന അനാഥത്വത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു അടിമ സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരു പെണ്ണിനെ നാലാലൊരു വ്യവസ്ഥാപിതമായ ഓപ്ഷനിലേക്ക് മാറ്റുകയും എന്നിട്ട് അവൾക്കൊരു അതിജീവനം സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് എങ്ങനെ പറയാൻ കഴിയുന്നു? അങ്ങനെ അന്ന് ഈ അടിമ പെണ്ണുങ്ങളെ കിട്ടിയാൽ ബ്രോത്തൽസ് കിട്ടും, ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞ ഒറ്റ വാക്ക്, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ. ഖുർആൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിങ്ങൾ ബിഗാഇനെ, വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കരുത്. ബ്രോത്തൽസ് കിട്ടിയിട്ട് നല്ല സ്ത്രീകളുണ്ട്, സ്പേകളില്ലേ, എന്നിട്ട് ഒരു പെണ്ണിന് ഇത്ര ദൃഹം, ദിനാർ, ആ സിസ്റ്റം ഇന്ന് വേറെ രൂപത്തിലാണ് അറബ് നാട്ടിലുള്ളതെങ്കിൽ മറ്റൊരു രൂപത്തിൽ അന്നുണ്ട്. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കാൻ എളുപ്പ വഴിയാണ് അടിമ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഈ ശാല കെട്ടാൽ. അപ്പൊ ഖുർആൻ പറഞ്ഞു വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ, ആ പണി ചെയ്യരുതെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. വളരെ ന്യൂട്രലായി ആലോചിച്ചു. ഇവിടെയാണ് പിഴവില്ല, ഇല്ലെന്ന് മാത്രമല്ല മനുഷ്യ സമൂഹത്തിൽ സാധ്യമാവുന്നതിന്റെ ഏറ്റവും മാക്സിമം മാനവികത അതാണ്. അള്ളാഹു നമുക്ക് നേരായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. 9:30 മണിയായി. ഇനി നിങ്ങൾക്ക് പിന്നെ ഇടപെടാം. അങ്ങനെ പറഞ്ഞാൽ ഒരു സമയപരിധിയിൽ നിന്നുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർക്കാം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അതിന് മുമ്പായിട്ട് ചോദിക്കാനുള്ള ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇന്ന് ഉസ്താദ് പറഞ്ഞതും നേരത്തെ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് എൻ്റെ ഒരു സംശയമല്ല, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതിൻ്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് സംശയം. ഇപ്പം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിത രീതി അല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഭക്ഷണ മര്യാദകൾ, അതുപോലെ തന്നെ മറ്റുള്ള ജീവിത വ്യവസ്ഥ ഇന്നത്തെ കാലത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിലുള്ള അതിൻ്റെ ഒരു യുക്തി മാത്രമല്ല, അത് അങ്ങനെ വേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുന്നത്, അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ആ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ എല്ലാ രീതിയിലും അന്നത്തെ അറേബ്യ തലപ്പാവാണെങ്കിൽ അത് അറേബ്യയുടെ ഒരു സംസ്കാരമായിരിക്കൂലേ, അത് നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ടതുണ്ടോ? അതാണ് ടോട്ടൽ ചോദ്യം. എന്നാണ് സാലിദ് അരിമയെ ആയിരിക്കാൻ വേണ്ടി ചോദിച്ചത്. ഇതൊന്ന് ഈ ചോദ്യവും അതിനോടനുബന്ധിച്ച് കൊണ്ട് കുറേ വരുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ 7-ാം നൂറ്റാണ്ടിലുള്ള കൂറ കിതാബിലുള്ള കാര്യം തന്നെയാണോ നിങ്ങളിപ്പോഴും കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ചോദ്യം. ഇതൊക്കെ ഇവിടെ ഫ്ലക്സിൽ വന്നതും ഏറെ ഉള്ളതുമായ സംഗതികളാണ്. പക്ഷെ അതിനെ ഞാൻ ആ ചോദ്യത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇത്തരം ഏത് കാര്യങ്ങളുടെയും മറുപടി 6-ാം നൂറ്റാണ്ടായാലും 7-ാം നൂറ്റാണ്ടായാലും ഏത് കാലമായാലും ഭൗതികവാദികൾ ഉണ്ടാക്കുന്ന ഒരു വ്യാജ സിദ്ധാന്തമാണ് പണ്ടത്തെ മനുഷ്യർ, മധ്യകാല മനുഷ്യർ, ആധുനിക മനുഷ്യർ എന്നൊക്കെയുള്ളത്. മനുഷ്യരെന്നും ഒന്ന് തന്നെയാണ്. 7-ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യർ തന്നെയാണ് 21-ാം നൂറ്റാണ്ടിലുള്ളത്. ഒരു മാറ്റവും മനുഷ്യൻ്റെ ഒരു കാര്യത്തിനും ഇല്ല. ഇസ്ലാം പറയുന്നത് മനുഷ്യൻ മാറുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അത് ചിലപ്പോൾ ചില ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്കാണ് ആ ഒരു ശങ്ക കൂടുതലുള്ളത്. ഉസ്താദ് അല്ലെങ്കിൽ സാധാരണക്കാർക്കല്ല. ഉസ്താദ്മാർക്ക് പിന്നെ അതിൻ്റെ ഒരു കിതാബിയായ ഒരു മറുപടി അവർക്ക് അറിയാമായിരിക്കും. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മ അല്ലദീന യലൂനഹും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിനെ ഒന്ന് വിശദീകരിച്ചാൽ, മനുഷ്യന് 12 ആവശ്യങ്ങളാണ് പറയുന്നത്. 13ാമത്തെ ആവശ്യം മനുഷ്യൻ ഒരിടത്തും ഒരു കാലത്തും പറയുന്നില്ല. ഞാൻ നേരം കളയുകയല്ല. ആദം അലൈഹി സ്വലാം മുതൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യന്റെ 1ാമത്തെ ആവശ്യം, ദ പ്രൈം ആൻഡ് ഫണ്ടമെന്റൽ നീഡ് ഓഫ് ഹോമോ സാപ്പിയൻ ഈസ് ടു ഗെറ്റിംഗ് എ സൗണ്ട് സ്ലീപ്പ് എന്ന് പറയും. നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് 1ാമത്തെ ആവശ്യം. 2ാമത്തെ ആവശ്യം മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ്. 3ാമത്തെ ആവശ്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ ആവശ്യം കാഷ്ടിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ ആവശ്യം മേജറിനും മൈനറിനും വസ്ത്രമാണ്. മിഡിലിന് സെക്സാണ്.
ചെറിയ മക്കൾക്കും പ്രായമുള്ളവർക്കും ആറാമത്തെ ആവശ്യം വസ്ത്രം ധരിക്കുക, തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ. ഇനി മിഡിൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായത് മുതൽ പ്രായപൂർത്തി തീരുന്നത് വരെ, മെറ്റബോളിക്കലി ആണുങ്ങളാണെങ്കിൽ അതും സ്ത്രീകളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമാണെങ്കിൽ അവർക്ക് ആറാമത്തെ ആവശ്യം സെക്സ് ആണ്. അപ്പോൾ 6, 7 സ്വാഭാവികമായി അങ്ങനെ പോയി. 8ാമത്തെ ആവശ്യം പാർപ്പിടമാണ്. ഒന്നുകിൽ ഒരു വീട്, അല്ലെങ്കിൽ കൂടി ഒരു പാറയുടെ മട, ഒരു മരത്തിന്റെ പൊത്ത്, എവിടെയെങ്കിലും കടന്നിറങ്ങാൻ ഒരു കൂര. ഇതാണ് മനുഷ്യന്റെ ഫണ്ടമെന്റലി 8 ബേസിക്കൽ ആവശ്യം. 9ാമത്തെ ആവശ്യം എന്റർടൈൻമെന്റ് ആണ്, വിനോദങ്ങൾ. ഇത് 8ഉം ഒത്താലെ മനുഷ്യൻ വിനോദങ്ങളെ കുറിച്ച് ചിന്തിക്കുള്ളൂ. വിനോദം 4 വിധമാണ് എണ്ണുന്നത്. ഇത് ആന്ത്രോപോളജി അതിന്റെ ഒരു മുൻഗണനാക്രമമാണ്. നമുക്ക് നേരിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്താം, കുഴപ്പമില്ല. പക്ഷേ അപ്പുറത്തേക്ക് പോകില്ല. എന്റർടൈൻമെന്റുകൾ 4 വിധം: കല, കായികം, സംഗീതം, ലഹരി. നിങ്ങൾ ഇരുന്ന യുദ്ധത്തിൽ ആലോചിക്കുക, ഈ 12 അല്ലാത്ത 13ാമത്തെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കല, കായികം, സംഗീതം, ലഹരി, ആദ്യത്തെ 8ഉം. ഇനി അതിന്റെ ഒരു ആദ്യത്തെ 8 ഒത്താലേ നടക്കുള്ളൂ. മൂത്രയ്ക്കാൻ മുട്ടുമ്പം കളി കാണാൻ പോകണമെന്നുള്ള എന്തുണ്ടാവും? അല്ല, കാഷ്ടിക്കാൻ മുട്ടുന്നുണ്ട്, വേറെ പാട്ട് കേൾക്കാൻ തോന്നില്ല. ഇനിയിപ്പോൾ ഉറക്കം കൊണ്ട് ഒന്നാമതായി വെച്ചാൽ, ഉറക്കം വന്നാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റൂല, ഉറങ്ങിപ്പോകും. മൂത്രയ്ക്കാൻ മുട്ടിയാൽ രാവിലെ മുട്ടിയതാണ്, അല്ലെ ബസ്സിൽ കയറുമ്പം തുടങ്ങിയതാണ്, ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഒന്നുകൂടി തീവ്രമാണ് ഉറക്ക്. രണ്ടാമതാണ് ഈ മൂത്രയ്ക്കൽ. ഇനി വെള്ളം കുടിക്കൽ മൂന്നാമത്തെ ആയതിന്റെ കാരണം, മൂത്രയ്ക്കാൻ മുട്ടിയത് കുറച്ച് നേരത്തേക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നുള്ളൂ. രാവിലെ ദാഹിക്കാൻ തുടങ്ങിയതാണ്, വൈകുന്നേരം വരെ നമ്മൾ നോമ്പിൽ പിടിച്ചു വെക്കുന്നുണ്ട്. മനുഷ്യരുടെ ചരിത്രം നോക്കിയാൽ 2 മാസം വരെ ഹേർഡ് ഇമ്മ്യൂണിറ്റി, നല്ല പ്രതിരോധ ശക്തിയുള്ള നല്ല നനവുള്ള ബോഡിയാണെങ്കിൽ 2 മാസം വരെ പറ്റുന്നതാണ്. ഈ ഹമാസിന്റെ അവസാനത്തെ നിലവിൽ തലവനായിരുന്ന യഹിയ സിൻവാർ, അള്ളാഹു ഷഹാദത്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അവസാനം പറയുന്നത് 3 ദിവസം അദ്ദേഹം ഒരു ഭക്ഷണമോ വെള്ളമോ കുടിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ 2 ആഴ്ച വരെ പോകാമെന്നാണ്. പിന്നെ വെള്ളം 3ാമതായി, അതുകൊണ്ട് തന്നെ 4ാമത്തത് ഇത് കാഷ്ടിക്കൽ. കാരണം 5ാമത്തെ മാത്രം ഫുഡ്. ഒരു വലിയ 10,000 നിറച്ചും ബ്രെഡ് കൊടുത്തിട്ട് ഒരാളെ റൂമിലാക്കിയിട്ട് അവിടെ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഓനും ബ്രെഡ് ഒന്നിച്ച് പൂക്കും. അതേസമയം ഒരു കാർബോർഡ് പെട്ടിയിൽ മുഴുവൻ വെള്ളം കൊടുത്തിട്ട് ഇവിടെ പാർത്തോ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് പോയി 8 ആവശ്യമാണ്, ഞാൻ നേരം കളയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ കലാകായികം, സംഗീതം, ലഹരി. ലഹരി എന്ന് പറയുമ്പോൾ ചിലർക്ക് അധികാര ലഹരി, പണം ലഹരി, ആ ലഹരി സ്ത്രീ ലഹരി, പുരുഷൻ ലഹരി, വന്ന് ചിലർക്ക് കട്ടഞ്ചായ ലഹരി, ചിലർക്ക് ദിനേശ് വീട് ലഹരി. ഒരാളുടെ സ്വാഭാവിക ചിന്തയെ ബ്ലോക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീക്ക്നെസ് എന്താണോ അതിനാണ് ഫിലോസഫി ലഹരി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ലോകകാര്യങ്ങൾ. പെടുന്ന നമുക്കൊരു ബ്ലോക്ക്, ആ ചിന്ത നടക്കുന്നില്ല, അവിടെ എന്തോ ഒരു ഹം, അതാണ് നമ്മുടെ ലഹരി. അപ്പോൾ സ്വാഭാവികമായി ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യന് ഈ 12 ആവശ്യമേ ഉള്ളൂ. ആദമിനും അതേ ആവശ്യം, അലൈഹിസ്സലാം, അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കും അതേ ആവശ്യം, എതിരാളികൾക്കും അതേ ആവശ്യം, ആധുനികനും അതേ ആവശ്യം, ഗാന്ധിജിക്കും അതേ ആവശ്യം, മണ്ടേലക്കും അതേ ആവശ്യം, ഇലോൺ മസ്കിനും അതേ ആവശ്യം, സ്റ്റീവ് ജോബ്സിനും അതേ ആവശ്യം. ഏത് മനുഷ്യനും ഇതേ ആവശ്യം, ഏത് കാലഘട്ടത്തിലും ഇതേ ആവശ്യം. പിന്നെ എന്താണ് ആർഗ്യുമെന്റിന്റെ അർത്ഥം? 7ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യരോട് സംസാരിച്ച ഗ്രന്ഥം കൊണ്ട് എങ്ങനെയാ പിന്നെ 21ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യരോട് സംസാരിക്കുക എന്നുള്ള ചോദ്യത്തിന് എന്തർത്ഥമാണുള്ളത്? 7ാം നൂറ്റാണ്ടിലുള്ള കലണ്ടർ അല്ല 21ാം നൂറ്റാണ്ടിലെ കലണ്ടർ. വേറെ എവിടെയാണ് മാറ്റം ഉണ്ടായത്? നമ്മളെ കരയിപ്പിച്ച ഒരു സീൻ ആദം നബിയുടെ മുമ്പിൽ ഇട്ടിരുന്നുവെങ്കിൽ അലൈഹിസ്സലാം, ആദം നബി കഴിയായിരുന്നു. ആദം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ അവരെ ചിരിപ്പിച്ച ഒരു കോമഡി നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ നമ്മളും ചിരിക്കും. ആദം നബി അലൈഹി സ്വലാമിന്റെ പുത്രനായ കാബീൽ ഹാബീൽ എന്തിനെ കൊന്നത്? സ്ത്രീ വിഷയത്തിൽ. ഇവിടെ എന്താ ഉറൂബ് കുട്ടിക്കൃഷ്ണൻ എഴുതിയത്? കാമം മൂലം, കനകം മൂലം, പാലിൽ കലഹം, സുലഭം. അന്നും ഇന്നും എന്ത് മാറ്റേണ്ടേ? 7000 കൊല്ലം മുമ്പ് മനുഷ്യരുടെ യുദ്ധത്തിലായിരുന്നു. അതിർത്തിയിലെ കല്ല് അങ്ങോട്ടായി ഇങ്ങോട്ടായി കാറ്റടിച്ചപ്പോ ചുവന്ന പൊടിമണ്ണിലേക്ക് നിങ്ങളുടെ കറുത്ത പൊടിമണ്ണ് പാറി വന്ന് വീണു. എത്ര വലിയ യുദ്ധം ഉണ്ടായി? ഇന്നെന്താ യുദ്ധം? ഈ രാജ്യത്തിന്റെ കമ്പിവേലി, ആ രാജ്യത്തിന്റെ കമ്പിവേലി, അതിന്റെ ഇടയിലേക്ക് ഒരാളുടെ കാല് നീണ്ടു കൊല്ലാം. അപ്പോഴത്തേക്ക് നമ്മൾ പറയണ്ടല്ലോ, എവിടെയാണ് മനുഷ്യന്റെ മാറ്റം ഉണ്ടായത്? ഉണ്ടായില്ല. പിന്നെ എന്തേ മാറ്റം ഉണ്ടായുള്ളൂ? മാറ്റം ഉണ്ടായത് ഉപകരണങ്ങളിൽ മാത്രം. അന്ന് കാൽനട കാളവണ്ടിയായി, അത് പിന്നെ വന്ന് ജെറ്റ് വിമാനങ്ങൾ വരെയായി, ഒരുപക്ഷെ സ്പേസ് എക്സ് വരെ ആയേക്കാം. പക്ഷെ സഞ്ചരിക്കുക എന്നുള്ള മനുഷ്യന്റെ ആവശ്യം മാറിയില്ല. ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി. BC കാലഘട്ടങ്ങളിൽ ഇസ്രാഖിയ പ്രസ്ഥാനം, സൂഫികൾ, സോഫസിയ പ്രസ്ഥാനം, ഭൗതികവാദികൾ, ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, കിഴക്കൻ അറ്റം രാജ്യത്ത് നിന്ന് ഒരാൾ മനസ്സിലൊരു കാര്യം വിചാരിക്കുന്നു, ആ കാര്യം ടെലിപ്പതി എനർജിയായി പടിഞ്ഞാറൻ രാജ്യത്തിന്റെ അറ്റത്തുള്ള ഒരു വ്യക്തിക്ക് മനസ്സാ തോന്നും എന്ന് പറയുന്ന ആ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നു BC കാലഘട്ടത്തിൽ. അത് ഇസ്ലാമിക ലോകത്ത് മാത്രമല്ല, ഇസ്ലാമിക സൂഫി ലോകത്ത് ആ പ്രസ്ഥാനത്തിന്റെ പേര് ഇസ്രാഖിയ വിഭാഗം എന്നാണ്. ഷിഹാബുദ്ദീൻ സുഹ്റവർദി ഒക്കെയാണ് അതിന്റെ തലപ്പത്ത് വരുന്നത്. അത് സോഫസായ വിഭാഗക്കാർ, നിരീശ്വരവാദികളാണ്. ഹൃദയത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്, മനസ്സിന് അതിൻ്റെതായ ശക്തിയുണ്ട്. പക്ഷെ ഇന്ന് ആ ശക്തി ആർജിക്കാൻ നിരീശ്വരവാദിക്കും പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മളിതും പറ്റുന്നവർ കുറവാണ്. അപ്പൊ പിന്നെ അതിന് ആർട്ടിഫിഷ്യൽ ഉപകരണങ്ങൾ വേണ്ടി വന്നു. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ഇതൊക്കെ പണ്ട് നാച്ചുറലി നടത്തിയ കാര്യം ഇന്ന് ആർട്ടിഫിഷ്യലി നടത്തുകയാണ്. ഇനി ലാസ്റ്റ്, ഈ പറയുന്ന ടെക്നോളജി റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കാനോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന എല്ലാ മനുഷ്യന്റെ പുരോഗതിയും ഇല്ലാതാവാൻ അരമണിക്കൂർ വേണം. ഇപ്പോൾ 3ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറയുന്നത് സ്റ്റാർ വാർ ആയിരിക്കും എന്ന് പറയുന്നത്. ആകാശത്ത് വെച്ചിട്ടായിരിക്കും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുക. അണുബോംബുകളും ആറ്റം ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും ഭൂമിയിലേക്ക് പതിച്ചാൽ, ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വർഷിച്ച അണുബോംബിനേക്കാൾ വീര്യമുള്ള ഹൈഡ്രജൻ ബോംബുകൾ ഇന്ന് ലോകത്തെ 3ാം ലോക രാജ്യങ്ങളുടെ ആയുധപ്പുരയിൽ പോലും ഉണ്ട് എന്നാണ്.
അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും നാറ്റോ ശക്തികളുടെയും ആയുധപ്പുരയിലുള്ള അണുബോംബിന്റെ വീര്യം, സംഹാര വീര്യം ഭൂമിക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ഒരുപാട് ഭൂമിയെ തകർക്കാൻ മാത്രമുള്ള ആയുധം നിലവിൽ മനുഷ്യന്റെ ആയുധപ്പുരകളിലുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നത്തെ ലോകത്തുള്ള ശാന്തിയും സമാധാനവും, ഞാനിവിടെ വായിച്ചതാണത്, അണുബോംബിന്റെ ഇരട്ടക്കുട്ടികളാണ്. ആ നല്ലൊരു സ്റ്റേറ്റ്മെന്റാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് അണുബോംബ് പ്രയോഗിക്കാത്തത്? ട്രംപും ബൈഡനും അത്ര നല്ല ആൾക്കാരായതുകൊണ്ടല്ല, വ്ളാഡിമിർ പുടിനെ പേടിയായതുകൊണ്ടാണ്. അത് മാത്രമാണ് കാരണം. ഇത് പുടിനും പ്രയോഗിക്കും. പുടിൻ എന്തുകൊണ്ടാണ് ബോംബ് പ്രയോഗിക്കാത്തത്? ഇത് അമേരിക്കയും പ്രയോഗിക്കും. ചൈന എന്താ പ്രയോഗിക്കാത്തത്? ഇത് ബ്രിട്ടൻ പ്രയോഗിക്കും. ഇപ്പൊ ലോകത്തെ ഇന്ന് ഈ ശാന്തിയിലും സമാധാനത്തിലും നിർത്തുന്നത്, ശാന്തിയും സമാധാനവും അതൊരു അണുബോംബിന്റെ ഇരട്ടക്കുട്ടികളാണ്. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശാന്തിയും സമാധാനവും ആയുധം പ്രസവിച്ച ഇരട്ടക്കുട്ടികളായിട്ടല്ല, ആശയം പ്രസവിക്കുന്ന ഇരട്ടക്കുട്ടികളായിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ തലവൻ അരമണിക്കൂർ ഒരു സൈക്കോവായി മാറിയാൽ ടെക്നോളജി ഇല്ലാതാവില്ലേ? മനുഷ്യൻ 7-ാം നൂറ്റാണ്ടിലേക്ക് പോയില്ലേ? 2014 പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ ക്യൂ നിന്നില്ലേ ബ്രെഡിന്? ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അടിക്കുന്ന സ്പ്രേയുടെ ബ്രാൻഡ് മാറിയതിന് മുഖം ചൊളിച്ചിരുന്ന ആളുകൾ LP സ്കൂളിന്റെ കോലായിൽ കിടക്കുമ്പോൾ മറ്റവന്റെ, അന്യന്റെ, ഇതരന്റെ കക്ഷത്തിലെ വിയർപ്പ് മണത്ത് കടന്നില്ലേ? അതിലേക്ക് തിരിച്ചു പോകാൻ മണിക്കൂറുകൾ ആവശ്യമുണ്ടോ? ഇന്റർനെറ്റ് ഇല്ലാതായാൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തും? 2 ദിവസം മഴ പെയ്ത് കരണ്ട് പോയാൽ ഏത് മൊബൈൽ ഫോൺ മിന്നും? സാറ്റലൈറ്റ് യുദ്ധങ്ങൾ വന്നാൽ ഏത് ഇന്റർനെറ്റ് കണ്ണു തുറക്കും? ഈ ലോകത്തെ നിലവിലുള്ള 2024 എന്ന് പറയുന്ന ഈ സാങ്കേതിക വികാസത്തിന്റെ വിസ്മയകരമായ പുരോഗമനത്തെ പ്രാപിച്ച നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകത്തെ 8,000, 9,000, 10,000 കൊല്ലം പിറകിലുള്ള ഗോത്രകാല എന്ന് അവർ ആക്ഷേപിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ മണിക്കൂറിന്റെ പണിയില്ല. മനുഷ്യന് തന്നെ. അള്ളാഹുവിന് പിന്നെ നിമിഷങ്ങളുടെ പണിയില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് സാലിദാരിയുടെ ചോദ്യം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതല്ല, ഒരു ഏരിയ ഒന്നിച്ചിട്ട് പറഞ്ഞതാണ്. മനുഷ്യൻ മാറുന്നേ ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞത്, എല്ലാ കാലത്തേക്കുമുള്ള അന്ത്യനാൾ വരെയുള്ള നിങ്ങളുടെ മാർഗ്ഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. കാരണം അന്ത്യനാൾ വരെയുള്ള മനുഷ്യർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. വേറെ തത്വസംഹിതയുടെ ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിൻ്റെ കഴിഞ്ഞ സംവാദത്തിൽ അധികമായിട്ട് പ്രതിപാദിച്ചൊരു സംഹാരിസ എന്നുള്ളൊരു വേർഡ്, ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. ഈ സംഹാരിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, റോം എന്ന് ഉദ്ദേശിക്കുന്നത് തുർക്കിനാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അവസാന കാലത്ത് തുർക്കിയോട് യുദ്ധം ചെയ്യുന്നുള്ളൊരു കേട്ടൊരു ഓർമ്മയുണ്ട്. ഹദീസ് ചോദിച്ചാൽ കിട്ടില്ല. ഈ സാമാരിസ് പറഞ്ഞത് സംവാദത്തിൽ ഞാൻ ഉദ്ധരിച്ചത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. ഒറ്റവാക്കിൽ ഇത്ര മാത്രമാണ്. സാംഹാരിസ്, അതേപോലെ ക്രിസ്റ്റഫർ ഹിച്ചൺ, റിച്ചാർഡ് ഡോക്കിൻസ്, അതേപോലെ കുറേ ആൾ, പീറ്റർ സിംഗർ, അങ്ങനെ ഈ നവനാസ്തികർ എന്നറിയപ്പെടുന്ന കുറേ ആഗോള ഫിഗറുകൾ, അതിൽ അവരെക്കുറിച്ച് പറയുന്ന പേരാണ് നിയോ എയ്ത്തിസ്റ്റുകൾ. അവരെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുന്ന മൂവ്മെൻ്റാണ് ഫ്രീ തിങ്കിങ് പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങൾ. നമുക്ക് വ്യക്തിയുടെ പേര് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ ഈ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് പറയുന്ന, നാളെ മുതൽ എൻ്റെ പേര് വിമൽ കുമാറാണ് എന്ന് പറയുന്നൊരു ട്രോളുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഈ വിഭാഗം അവരെക്കുറിച്ച് പറയുന്ന പേരാണ് ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് അങ്ങനെ പറയുകയും എന്നിട്ട് അവരവരുടെ ഐഡിയോളജിക്കൽ മാതൃകകളായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ പറയുന്ന സാംഹാരിസ്. ഈ സാംഹാരിസിനാകട്ടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഫ്രീ വിൽ എന്നാണ്. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ സ്വേച്ഛ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയാം. ആ ഫ്രീ വിൽ എന്ന പുസ്തകത്തിൽ സാംഹാരിസ് പറയുന്നത് മനുഷ്യന് ഫ്രീ വിൽ ഇല്ല എന്നാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഫ്രീ വിൽ ഇല്ല. മനുഷ്യന്റെ ആലോചനകൾ എന്ന് പറയുന്നത് ഒരു ന്യൂറോ കെമിക്കൽ എഫക്ഷൻസ് ആണ് ബ്രെയിനിൻ്റെത്. ഞാനിപ്പോൾ ഈ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് ആ വാക്ക് തന്നെ പറയണമെന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് എൻ്റെ ബ്രെയിനിൽ നടന്നിട്ടുണ്ട്. നടന്നിട്ടുണ്ട് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ. ആ നടന്നിട്ടുണ്ട് എന്നുള്ള ന എന്ന അക്ഷരം ഞാൻ പറയുന്നതിന് മുമ്പേ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാക്ക് എവിടെ പ്രോഗ്രാംഡ് ആണ്? ബ്രെയിനിൽ പ്രോഗ്രാംഡ് ആണ്. അതുകൊണ്ട് മനുഷ്യന് സ്വച്ഛ ഇല്ല എന്നാണ് ഈ ഫ്രീ വിൽ എന്ന പുസ്തകത്തിൽ ഫ്രീ വിൽ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന് കേരളത്തിലുള്ള നയോ എത്തിസ്റ്റുകൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി പറഞ്ഞത് എന്നാണ് സംഭവത്തിൽ പറഞ്ഞത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ല? ഏകദേശം മനസ്സിലായി, ഫുള്ളായിട്ട് മനസ്സിലാക്കില്ല. ഫ്രീ വിൽ ഇല്ല എന്നാണ് ഫ്രീ വില്ലിന്റെ പ്രയോക്താവ് പറയുന്നത്, ലളിതമായി. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ തുർക്കി, രണ്ടാമത്തെ സിമ്പിളായിട്ട് പറയാം, ഈ തുർക്കിയാണ് റോം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ സിറിയക്കാണ് അന്നത്തെ ഷാം എന്ന് പറയുന്നത്. കച്ചവടത്തിന് പോയ ഷാം. ആ സിറിയ മുതൽ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ അറ്റ്ലസ് പ്രകാരം പശ്ചിമ തുർക്കി വരെയുള്ള പ്രദേശമായിരുന്നു അന്നത്തെ റോമാ സാമ്രാജ്യം. അതിന് 2 ക്യാപിറ്റലാണുള്ളത്. ഒന്ന് ഈസ്റ്റേൺ ക്യാപിറ്റലായി അറിയപ്പെടുന്ന പ്രദേശമാണ് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, നമ്മുടെ കിതാബിലെ കുസ്തുന്തീനിയ. ശരിക്ക് നമ്മുടെ ഹദീസിലൊക്കെ പറയുന്ന ക്രിസ്ത്യൻസ്, നജറാനിലെ വഫ്തു നജറാൻ എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യൻസ് ഈ കുസ്തുന്തീനിയ ക്രിസ്ത്യൻസ് ആണ്. അവരെയാണ് പിന്നീട് എന്ത് ചെയ്തത്? ഇസ്ലാം ആ നാട് കീഴ്പ്പെടുത്തിയപ്പോൾ നമ്മുടെ പിന്നെ സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ്, നിയമൽ ജയ്ഷു ജയ്ഷാവ്, നിയമൽ അമീർ എന്നൊക്കെ ഹദീസിൽ പറഞ്ഞ അയോ സോഫിയ ആ വിഷയത്തിലൊക്കെ വരുന്ന അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴ്പ്പെടുത്തി. കഴിഞ്ഞ ആ വിഷയത്തിൽ നാദാവർത്ത വിഷയം നമ്മളെ സംസാരിച്ചിരുന്നു. കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യൻസിനെ ഇന്നത്തെ റഷ്യയിലേക്കാണ് അവർ പോയത്. അപ്പോൾ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് അവരുടെ ആസ്ഥാനം ഇന്നത്തെ റഷ്യയിലെ ക്രെംലിനാണ്. ഈ പറയുന്ന ആധുനിക ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലുള്ള ക്രിസ്ത്യൻസ് കാത്തലിക് ക്രിസ്ത്യൻസ് ആണ്. പ്രവാചകന്റെ കാലത്തുള്ള ക്രിസ്ത്യൻസ് ഈ ഇന്നത്തെ റോമിലുള്ള കത്തോലിക്ക ക്രിസ്ത്യൻസ് അല്ല, ഇപ്പോഴത്തെ റഷ്യയിലുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ്. അത് കീഴ്പ്പെടുത്തുന്നത് പ്രവാചകന്റെ കാലത്തല്ല, അത് കീഴ്പ്പെടുത്തുന്നത് ഈ പറഞ്ഞതുപോലെ 14-ാം നൂറ്റാണ്ടിലാണ് കീഴ്പ്പെടുത്തുന്നത്. അതായത് പ്രവാചകന്റെ ഹദീസ്, ഒരു ഹദീസിലുണ്ട്, ഏത് നഗരമാണ്, റോമാണോ കോൺസ്റ്റാന്റിനോപ്പിളാണോ കീഴ്പ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെ നിന്ന് ഈ ചോദ്യത്തിന്റെ ഉറവിടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ഹിർക്കലിന്റെ നഗരമാണ് കീഴ്പ്പെടുത്തുക എന്നാണ്. റോം എന്ന വാക്ക് ഉപയോഗിച്ചില്ല. കാരണം ഈ തുർക്കി മുതൽ സിറിയ വരെ റോമിന്റെ ഭാഗമാണെങ്കിലും ക്യാപിറ്റലിലാണ് രാജാവ് ഉണ്ടാവുക.
ഈ ഹിർക്കൽ അദ്ദേഹത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ഈ ഈസ്റ്റേൺ ക്യാപിറ്റലായ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. അപ്പോൾ റോം കീഴ്പ്പെടുത്തുമെന്ന് വിപുലമായി പറഞ്ഞില്ല, മറിച്ച് എന്തേ പറഞ്ഞുള്ളൂ? ഹിർക്കലിന്റെ നഗരമാണ് കീഴ്പ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. അതിനും വലിയ അർത്ഥമുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ റോം എന്ന് പറയുന്നതിന്റെ താഴ്ഭാഗം ആര് കീഴ്പ്പെടുത്തിയിട്ടില്ല, അനുബന്ധമായി കൂടിച്ചേർന്നു എന്നല്ലാതെ ഒരു യുദ്ധമുറയിലൂടെ മുസ്ലിം ലോകം കീഴ്പ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് ചരിത്രത്തിലുള്ളത്. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും. നമ്മൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പരത്രയ ലോകത്ത് അത് വലിയ ഒരു മുതൽക്കൂട്ടായി തീരും, അതിന് പ്രതിഫലം നൽകപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ നിലക്ക് നമ്മൾ സമാധാനിക്കുന്നു. എൻ്റെ ചെറിയ സംശയം, ഒരുപാട് മൃഗങ്ങളൊക്കെ വിവിധ ദുരന്തങ്ങളിൽപ്പെട്ട് നമ്മൾ ചത്തുപോകുന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, വേദന അനുഭവിക്കുന്നു. അതുപോലെ ഈ വൈൽഡ് ആനിമൽസൊക്കെ കടിച്ച് കയറി പ്രസവിച്ച ഉടനെ കുട്ടിയെ കടിച്ചു കീറുന്നു, അല്ലെങ്കിൽ തള്ളയെ ക്രൂരമായി കൊല്ലുന്നു. അപ്പോൾ ഇതിറ്റങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുഖം അനുഭൂതി ലഭിക്കുമോ, അല്ലെങ്കിൽ ആ പ്രയാസം അനുഭവിച്ച് അങ്ങനെ ഇല്ലായി പോവുകയാകണോ ചെയ്യുക? രണ്ടാമത്തൊന്ന് ചോദ്യം പ്രസക്തമാണെന്ന് അറിയില്ല. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ആറാമത്തെ ഒരു ഇന്ദ്രിയം അല്ല 6, 7, 8 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നോ എന്നൊരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരാറുണ്ട്. മൃഗങ്ങളുടെ കാര്യത്തിൽ പിന്നെ മൃഗങ്ങളുടെ ലോകത്ത് അതിൻ്റെ ഒരു ഇസ്ലാം എന്താണെന്നുള്ളത് മനുഷ്യരുടെ ലോകത്ത് വെച്ച് പറയുക സാധ്യമല്ല. ഇപ്പോൾ സൂഫികളാണ് അതേക്കുറിച്ച് സംസാരിക്കുന്നത്. അവരുടെ അഭിപ്രായ പ്രകാരം മനുഷ്യർക്കിടയിൽ നമ്മളിത് ചർച്ച ചെയ്യുന്നത് പോലെ, മനുഷ്യർക്കിടയിലേക്ക് ഇസ്ലാം പ്രവാചകന്മാർ എത്തിക്കുന്നത് പോലെ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്കിടയിലേക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഇസ്ലാം കൊണ്ടുപോകുന്നുണ്ട്. അവർക്കിടയിൽ വിശ്വാസമുണ്ട്, അവർക്കിടയിൽ അതിൻ്റെതായ ഖുർആനിലും ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഇടയിലും അതിൻ്റെതായ ഇസ്ലാമിക വ്യവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് സൂഫികൾക്കിടയിലുണ്ട്. ഞാനതേ കണ്ടിട്ടുള്ളൂ. ഇനി അതേസമയം അവർക്ക് അവരനുഭവിക്കുന്ന വേദനയിൽ പരാതി ഉണ്ടോ ഇല്ലേ എന്നുള്ളിടത്താണ് വിഷയമുള്ളൂ. അവർക്കൊരിക്കലും ഈ ക്രോസ് ചിന്തിക്കാനുള്ള ശക്തി ഇല്ല എന്നുള്ളതാണ് നിലവിൽ അതേക്കുറിച്ചുള്ള അഭിപ്രായം. എന്തിനാണ് ഇവർ കൊന്നുകളയുന്നത് എന്ന് വിരുദ്ധമായി വിചാരിക്കാൻ അതിനെ കൊണ്ട് പറ്റില്ല. അതേസമയം അനുഭവങ്ങളിൽ നിന്നും പ്രതിരോധിക്കാനുള്ള ഒരു പ്രാഥമിക ബുദ്ധി അതിനുണ്ട് താൻ. അതുകൊണ്ടാണ് അതിനെ ഈ നമ്മളുടെ ഒരു മറുപടിയല്ല, ഈ ഇവല്യൂഷനിസ്റ്റുകളുടെ മറുപടി അത് തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ കുതിരയെ കെട്ടി വലിച്ചു എന്നല്ലാതെ, മനുഷ്യൻ കാളയെ കെട്ടി വലിച്ചു എന്നല്ലാതെ, മനുഷ്യൻ കഴുതയെ കെട്ടി വലിച്ചു എന്നല്ലാതെ ഈ 12,000 കൊല്ലങ്ങൾക്കിപ്പുറവും ഏതെങ്കിലും ഒരു മുന്തിയ കുതിര പത്രസമ്മേളനം നടത്തിയിട്ട് അഖിലോക കുതിരകളെ സംഘടിക്കുകയും ഇത്രയും കാലം നമ്മളെ മനുഷ്യരെ വലിച്ചു, നമ്മൾ മനുഷ്യരെ വലിച്ചു, ഇനി മനുഷ്യർ നമ്മളെ വലിക്കട്ടെ, നിങ്ങളാരും നാളെ രാവിലെ മുതൽ വണ്ടി വലിക്കാൻ പാടില്ല എന്നൊരു കുതിരയോ മുരിയോ കഴുതയോ ചിന്തിക്കാത്തതിന്റെ കാരണം ക്രോസ് ചിന്താഗതിക്കുള്ള ശക്തി ആർക്കില്ല. പരിണാമത്തിന്റെ നടപടികളിൽ മനുഷ്യരല്ലാത്ത മൃഗങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പരിണാമവാദികൾ പോലും പറയുന്നത്. ആ അർത്ഥത്തിൽ ഒരിക്കലും എന്നെ എന്തിന് റബ്ബേ നീ കൊന്നുകളഞ്ഞു, അല്ലെ എന്നെ കൊല്ലാതെ മറ്റതിനെ കൊന്നുകൂടായിരുന്നോ, എന്നെ എന്തിന് ഈ കാട്ടിലാക്കി ആ കാട്ടിലാക്കിക്കൂടായിരുന്നോ എന്നുള്ള ചിന്ത മൃഗങ്ങൾക്കിടയിൽ വരില്ല എന്ന്. അത് അവിടെയാണ് ഭൗതികവാദം തീരുന്നത്. പക്ഷേ നമ്മൾ മൃഗങ്ങളുടെ ഭാഗത്തേക്ക് ഒന്നുകൂടി പോയി ഇങ്ങനെ പറയുന്നു, അങ്ങനെ അവർ തീരുന്നില്ല, മറിച്ച് അതിൻ്റെതായ അള്ളാഹുവിനെ വണങ്ങാനുള്ള സംതൃപ്തി നേടാനുള്ള ഭൗതികമായ ഭാഗത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പിന്നെ പരലോകത്തെ അതിന് പുനർജീവനമുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് തീർപ്പ് പറയാൻ കഴിയില്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ടതിന് തീർപ്പുണ്ട് താനും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ കാണാം, ഒരു മുട്ടനാടും പിന്നെ ഒരു കൊമ്പില്ലാത്ത ആടും കൊമ്പനാടും കൂട്ടിമുട്ടിയിട്ട് കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ പിന്നെ പീഡിപ്പിച്ചാൽ മഹ്ശറയിൽ വെച്ച് ഈ കൊമ്പില്ലാത്ത ആട് കൊമ്പുള്ള ആടിനെ കുത്തും എന്നൊക്കെ പറയുന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ഇവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. കാഴ്ചപ്പാടുകളാണ്, തിയറിയാണ്. അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നില്ല. അത് ഗവേഷണാത്മകമായ ഒരു കാര്യമാണ്. ഒറ്റ കാര്യം കൂടി അവിടെ പറയാനുള്ളത്, മനുഷ്യരുമായി സമ്പർക്കപ്പെട്ട പ്രത്യേക ജീവികൾക്ക് സ്വർഗത്തിൽ സ്ഥാനവുമുണ്ട്. നമ്മുടെ ഈ അസ്ഹാബുൽ കഹഫിന് കാവൽ നിന്ന നായ, അതേപോലെ കൊത്തുമീർ എന്ന് പറയുന്ന മഹത്തായ നായ, അതേപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേപോലെ സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെതിലുള്ള ഹുദ്ഹുദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട 7 ജീവികളുണ്ടല്ലോ സ്വർഗത്തിൽ. ആ ബൈത്ത് ഓർമ്മയുണ്ട്, തങ്കുസ്ഥാനി ബൈത്ത് പഠിപ്പ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ഏതേത് ബുറാക്ക്. അങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ബുറാക്കിന് അതിനെ പ്രത്യേകം എണ്ണിയിട്ടുണ്ടോ? മനുഷ്യരുമായി ബന്ധപ്പെട്ട മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട പ്രത്യേക മൃഗങ്ങളുടെ സ്പെഷ്യൽ കേസ് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ സ്വർഗത്തിൽ മറ്റേത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ നമുക്കിങ്ങനെ വിചാരിക്കാം, ഇതൊരു ചോദ്യത്തിനല്ലാതെ ആലോചനയാണ് ഈ ചോദ്യം. കാരണം ഇതിന്റെ മറുപടി പറയേണ്ട ഒരാൾ ഞാനല്ല. നമ്മൾ സ്വർഗത്തിൽ കാലെടുത്ത് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഖുർആൻ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിങ്ങനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ആലോചിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് വരുന്ന പിരിയാം. ഒറ്റ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ സ്വർഗത്തിലേക്ക് വലത്തെ കാലെടുത്ത് വെച്ച് കയറുന്നതാണ്. അപ്പോൾ നമ്മളെന്തായിരിക്കും കാണുക? നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്ന ഒരാൾക്ക് ഒരു സങ്കല്പം ഉണ്ടാവും. ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിയാൽ എന്താ കാണുക, ലാൻഡ് ചെയ്യും എങ്ങനെയായിരിക്കും, വിമാനത്താവളത്തിൻ്റെ പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കുടുംബക്കാരും കൂട്ടുകാരും കൂട്ടാൻ വരുമോ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മക്കളോട് പറഞ്ഞാണ് നാളെ നമുക്ക് ഇന്ന പാർക്ക് കാണാൻ പോകാം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വിഭാവനം ചെയ്യും. അവിടെ അതായിരിക്കും ഇതായിരിക്കും. മുഅ്മിനീങ്ങളായ നമ്മളും കുട്ടികളാണ്. സ്വർഗത്തിലേക്ക് വലത്തെ കാലെടുത്ത് വെച്ചാൽ ആദ്യം കാണുന്ന ചിത്രം അതായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فلنعم أجر العاملين. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ സ്വർഗത്തിലേക്ക് അങ്ങ് കാലെടുത്ത് വെച്ചാൽ വഖാലു, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി അഖിലവും, സദഖനാ വഅദ, നമ്മളോട് പറഞ്ഞ വാക്കവൻ പാലിച്ചിരിക്കുന്നു, വഅൗറഥനൽ അർള, നമ്മുടെ നാടിനെ അല്ലാഹു തിരികെ നൽകിയിരിക്കുന്നു, നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. കുറ്റ്യാടിക്കാർ സ്വർഗത്തിലെത്തിയാൽ കാണുക കുറ്റ്യാടിയാണ്, കൊണ്ടോടിക്കാർ സ്വർഗത്തിലെത്തിയാൽ കാണുക കൊണ്ടോട്ടിയാണ്, കേരളക്കാർ കാണുക കേരളമാണ്, മദീനയിലും മക്കയിലും വെച്ച് മരണപ്പെട്ടവർ കാണുക മദീനയും മക്കയുമാണ്. അതാണ് അതിന്റെ പ്രത്യേകതയും. ഔറസനൽ അർള, ഞങ്ങൾക്ക് ഭൂമിയെ തന്നല്ലോ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള? അതിന്റെ തഫ്സീർ അങ്ങനെ തന്നെയാണല്ലോ.
ഈ കോടാനും ആളുകൾക്ക് എന്തിനാണ് ഓരോരുത്തർക്ക് ഓരോ ഭൂമി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത്ര ഭൂമി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യർക്ക് എന്തിനാണ് ഇത്രയും വലിയ ഭൂമി? 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഈ സാധനം എന്തിനാണ്? അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അൽ അർള് ബലദഹു വബിലാദഹു, അവന്റെ നാടും അവരെ നാടുകളും അവർക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നാടാണ് കാണുക, എങ്കിലല്ലേ അത് പ്രതിഫലാകുന്നുള്ളൂ. ഇവിടെ നിന്നാണ് നമുക്ക് കള്ള് ഷാപ്പിലേക്ക്, വൈൻ പാർലറിലേക്ക് പോകാൻ അള്ളാഹു ആരോഗ്യമുള്ള കാല് തന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നാണ് തീരുമാനിച്ചത് പോകണ്ട. അപ്പൊ ഇവിടെ തന്നെയാണ് ഈ ചിത്രത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് അതിന്റെ റിവാർഡ് കിട്ടേണ്ടതും, എങ്കിൽ അത് പ്രതിഫലാകുള്ളൂ, ഫലത്തിന്റെ പ്രതിഫലാകുള്ളൂ. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടും നാടും നമുക്ക് തിരിച്ചു കിട്ടുന്നതാണെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണതയ്ക്ക് പൂച്ച വേണ്ടേ, ആട് വേണ്ടേ, പശു വേണ്ടേ, തണല് വേണ്ടേ? ഇവർ പറയുന്നത് പോലെ ഇന്ന് ഈ അടുത്ത് ഒരു ഖുർആൻ വിമർശകന്റെ വീഡിയോ കേട്ടു, സ്വർഗത്തിൽ മുഴുവനും പാലിന്റെ പുഴയും തേനിന്റെ പുഴയും ഒക്കെയാണ് മടുക്കുല്. അങ്ങനെ ആരാ പറഞ്ഞത്? അതിന്റെ ഘട്ടാകുമ്പോൾ അതുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. എവല്യൂഷണറി സൈക്കോളജി എന്നൊരു കാര്യമുണ്ട്. അതിജീവിക്കാൻ വേണ്ടി മനുഷ്യൻ മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യം. ഇസ്ലാമിന്റെ സ്വർഗ്ഗസങ്കല്പം അതാണ് വാസ്തവത്തിൽ. ചോദ്യം വന്നിട്ടില്ല, പറഞ്ഞപ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദൻ. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു കൊടുത്തു. എന്ത്? ജന്നാത്ത്, തോട്ടങ്ങൾ. ഭൂമിയും നിലവും തോട്ടവും തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തോട്ടത്തിൽ ഇതൊക്കെ വേണം. ഈ പക്ഷികൾ, മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ ഒക്കെ വേണം. മിൻ തഹ്തിഹൽ അൻഹാറു, അടിഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്നുമുണ്ട്. വജന്നാത്തിൻ വമസാകിന ത്വയ്യിബ, നല്ല നല്ല ഭവനങ്ങൾ. ഫീ ജന്നാത്തി അദൻ. ഒറ്റ കാര്യം നമുക്ക് വേണ്ടതല്ല. ഞാൻ നേരത്തെ 12 ആവശ്യം പറയില്ലേ, ആ വേണ്ടതൊക്കെ അള്ളാഹു തരുമെന്ന് പറഞ്ഞപ്പോൾ ഈ എവല്യൂഷണറി സൈക്കോളജി ഞാൻ പറയാൻ കാരണം, ലോകത്ത് എല്ലാ നാഗരികതയും ഉണ്ടായത് നദീതടങ്ങളിലും സമുദ്രതീരങ്ങളിലുമാണ്. ഏത് നാഗരികത എടുത്ത് പരിശോധിച്ച് നോക്കിയാലും. ഇപ്പോൾ സ്വർഗീയ നാഗരികതയെ എണ്ണി പറയുമ്പോഴും അള്ളാഹു പറഞ്ഞു നദീതട സംസ്കാരം, നദികളും നദിയുടെ സമീപത്ത് തോട്ടങ്ങളും. എന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഉറക്കം നടക്കും, കുടി നടക്കും, പാനം നടക്കും, അതിന്റെ വിസർജനം നടക്കും, വീടവിടെയുണ്ട്, ഒക്കെയുണ്ട്. പിന്നെ എന്റർടൈൻമെന്റ്, വറിദ്വാനുല്ലാഹി അക്ബർ. അതിനെല്ലാം പുറമെ റബ്ബിന്റെ തൃപ്തിയും നിങ്ങൾക്കുണ്ട്. ആവശ്യം വരുമ്പോൾ അള്ളാഹിനെ കാണാൻ പറ്റും. ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി ഉണ്ടാകും. അപ്പോയിന്റ്മെന്റ് തേടും. ഇതാണ് ഇസ്ലാമിക വിശ്വാസം. കാണാൻ ആഗ്രഹം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ ആളുകളെ കാണാൻ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വരും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമല് കൂടുതൽ ചെയ്താൽ ദർജ കൂടുന്നു പറയൂലേ, അദ്ദേഹത്തിന് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതിന്റെ താല്പര്യമായിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ അരികെയുള്ള സഹവാസം എന്നാണ് പറഞ്ഞത്. അള്ളാഹു അത് നമുക്ക് നൽകട്ടെ. ഈ സഹവാസം കിട്ടാത്തവരെ കാണാനും റസൂലുള്ള താഴേക്ക് വരും. ചിലപ്പോൾ അള്ളാഹിനെ കാണാൻ പറ്റും. വറിദ്വാനുല്ലാഹി അക്ബർ ദാലികൽ ഫൗസുൽ അലീം. അപ്പൊ ഈ ചങ്ങാതിമാർ പറയുന്നത് പോലെ 4 ഭാഗത്തും ഹൂർലിങ്ങൾ, എല്ലാ ഭാഗത്തും പാലിന്റെ പുഴ, എല്ലാ ഭാഗത്തും തേനിന്റെ പുഴയൊന്നുമല്ല. അത് വേണ്ടപ്പോൾ അതാണ് അതിന്റെ ഒരു ഭംഗി. പക്ഷെ അള്ളാഹു ഖുർആനിൽ സ്വർഗം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഒരു നദീതട സംസ്കാരമാണ് വിശുദ്ധ സ്വർഗം എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് നമ്മൾ ആലോചിച്ചു, ഒരു നദീതട സംസ്കാരം മോഹൻജദാരോ, ഹാരപ്പേ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, റോമൻ, അമേരിക്കൻ, മായൻ, എല്ലാ സംസ്കാരങ്ങളും പോലെ ഒരു കലർപ്പില്ലാത്ത, ന്യൂനതയില്ലാത്ത ഒരു മഹാനദീതട സംസ്കാരമായിരിക്കും മനുഷ്യരുടെ സ്വർഗം എന്ന സങ്കല്പത്തിന് തന്നെ എന്തൊരു പച്ചപ്പാണ്, എന്തൊരു നനവാണ്, എന്തൊരു ആർദ്രതയാണ്. മനുഷ്യന്റെ മനസ്സിനെ സംവിധാനിച്ച ഒരു പടച്ചവന് മാത്രമേ അങ്ങനെ ഒരു സ്വർഗ്ഗ സങ്കല്പം പോലും പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുമ്മ ജഅൽ ജമന ഹാദാ ജമൻ മർഹൂമൻ മഖബൂലൻ മർദിയ.